തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രികാലമായിരിക്കാം. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ സജു പാസ്റ്ററെ നമുക്ക് വളരെ സന്തോഷത്തോടെ കരങ്ങളെ തട്ടി വെൽക്കം ചെയ്യാം. ദൈവത്തിൻ്റെ മാധുര്യമേറിയ നാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ, അനാംസിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത നേതൃത്വം, ഈ രാത്രികാലം ശബ്ദസീമയ്ക്കിൽ ഞങ്ങൾ ശ്രമിക്കുന്ന നല്ലവരായ സ്നേഹിതർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനാംസിൻ്റെ കൊയർ ടീം, ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഹൂത മീഡിയയിൽ കൂടി ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, ഈ വൈകിയവേളയിൽ കൂടാരത്തിൻ്റെ കീഴിൽ ഉപവിഷ്ടരായിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കർത്താവിൻ്റെ ദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ പാൽസിലെ സഹോദരങ്ങൾ, എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി നിസ്തുല്യനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഈ വൈകിയവേളയിലും നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഞങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവനൊരവസരം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ 30ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ രാത്രിയും ഈ പകലും ഈ രാത്രിയും വചന ശുശ്രൂഷയ്ക്ക് എളിയവനായി എന്നെ ക്ഷണിച്ച അനാംസിലെ ദൈവദാസന്മാരോടും ഇതിൻ്റെ നടത്തിപ്പുകാരോടും നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സാറിനോടും കുടുംബങ്ങളോടും കുഞ്ഞുങ്ങളോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ മക്കളെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3ാമത്തെ പ്രഭാഷണമാ ഈ രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇന്ന് കാലത്ത് 2ാമത്തെ പ്രഭാഷണം നാം ഒരുമിച്ച് കേൾക്കുവാനിടയായി. ഈ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സാറിൻ്റെ അതിൻ്റെ ലിങ്ക് കാണും. ഈ ചാനലിൽ അത് കൃത്യമായിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ലൈവും ഉണ്ട്. അതിനുശേഷം അവർ പ്രത്യേകമായി അത് പ്രസംഗ രീതിയിലും കൊടുക്കും. അതവർ ചെയ്യുന്നതായിരിക്കും. കേൾക്കാത്തവർക്ക് ഒരിക്കൽ കൂടി കേൾക്കുവാൻ അവസരമുണ്ട്. രാവിലെ വീണ്ടും വെളിപ്പാട് ചിന്തിച്ചു. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവസഭ എടുക്കപ്പെടുമ്പോൾ പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി വെളിപ്പാട് 6, 12, 13 രാവിലെ തൊട്ടുവച്ചു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം, സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോയി, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റ് തുറക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീണു, പുസ്തകച്ചുരുൾ ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോയി. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഓസോൺ പാളിയിൽ വിള്ളൽ, ഗ്ലോബൽ വാർമിംഗ്. ഇന്ന് രാവിലെ വ്യക്തമായി ബൈബിളും സയൻസും ചിന്തിച്ചു. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. വെളിപ്പാട് 16:8 രാവിലെ കുഞ്ഞുങ്ങൾ വായിച്ചു. 4-ാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അത് സൂര്യൻ്റെ അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോയി എന്ന് ഇന്ന് രാവിലെ വായിച്ചു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഗ്ലോബൽ വാർമിംഗ് മുഴുവൻ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. കൈവിടപ്പെട്ടു പോയാൽ പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്ന കാലം 42 ഡിഗ്രി, 48 ഡിഗ്രി, 46. പാലക്കാട് തൊഴിലാളി, കുന്നിക്കോട് ജോൺസൺ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യൻ മരിച്ചു ചൂട് കൊണ്ട്. അതിനാസ്പദമായി അന്ത്യകാല സംഭവങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ നിരത്തി. എന്നാൽ ദൈവമക്കളുടെ പ്രത്യാശ, ഈ ലോക സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ നാം പ്രിയൻ്റെ വരവിലെടുക്കപ്പെടും. ആകാശത്ത് നിന്ന് ഉൾക്ക വീഴും. വെളിപ്പാട് 8, 10, 11 ആകാശപ്പാറ. 3-ാമത്തവൻ ദൂതനൂതി, ദീപം പോലെ ജ്വലിക്കുന്ന നക്ഷത്രം നദികളിലും നീരുറവകളിലും വീണു. ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന് പേർ. അങ്ങനെയെങ്കിൽ ആകാശപ്പാറ വീഴുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ആ പാറ നദികളിലും നീരുറവകളിലും വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ദൈവസഭ എടുക്കപ്പെടുമെന്ന്. അത് മാത്രമല്ല, നക്ഷത്രത്തിൽ താഴേക്ക് വീണാൽ നക്ഷത്രത്തിനകത്ത് ഫ്ലൂറൈഡ്, അത് കടൽ വെള്ളവുമായി ചേർന്ന പല സ്ഥലങ്ങളിലും മത്സ്യം കൂട്ടത്തോടെ ചത്തു കിടക്കുന്നത്. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നദികളിലും നീരുറവകളിലും ഈ നക്ഷത്രം വീഴും. കാഞ്ഞിരമെന്ന് പേർ. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. മലയാളം
കോവിഡ് അല്ല, 200 കോടിയോളം പേർ വാട്ടർ ഇൻഫെക്ഷനിൽ മരിക്കും അന്ത്യകാലം ദൈവസഭ എടുക്കപ്പെട്ടാൽ. എന്നാൽ നമ്മുടെ പ്രത്യാശ ഒന്ന് മാത്രമേ ഉള്ളൂ, ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിത്യജീവന്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത ദൈവമക്കളെ ചേർക്കുവാൻ കർത്താവ് വരുമെന്ന് രാവിലെ ശമരിയാക്കാരി സ്ത്രീയോടുള്ള ബന്ധത്തിൽ സുക്കോറിന്റെ കിണറിനെയും പറഞ്ഞു. നാലാമതായി വീണ്ടും ചിന്തിച്ചു, ആകാശപ്പാറ, വൻമല ആകാശത്തിൽ. വെളിപ്പാട് 8:8 നാലാത്മത്തവൻ എറിഞ്ഞു വൻമല പോലെയൊന്ന് സമുദ്രത്തിലും പുഴകളിലും കിണറുകളിലും ഒക്കെ വീഴും. അതാ കിണറ്റിലെ തിരയിളക്കം. അത് കഴിഞ്ഞ് കിണർ ഇടിഞ്ഞു താഴുന്നു. റാന്നിയിൽ വെള്ളയിൽ നിന്ന് പാറ പൊട്ടിക്കുമ്പോൾ എല്ലാം ക്രഷർ യൂണിറ്റിലല്ല, കുറച്ച് പുറത്ത് തെറിക്കുന്ന പോലെ കിണറ്റിൽ വീഴും, പുഴയിൽ വീഴും, നിങ്ങളുടെ കുളങ്ങളിൽ വീഴും. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു വീട്ടിൽ അമ്മാമ്മ അച്ഛന് രാവിലെ കാപ്പി ഇടുന്നത് കിണറ്റിൽ വീണ ഉൽക്കയിലെ പാറയിലെ വെള്ളം രക്തവെള്ളം. മീനച്ചിലാറ്റിലും പമ്പയാറ്റിലും എല്ലാം വരുന്ന രക്തവെള്ളം. ടാപ്പിൽ കൂടി രാവിലെ കുഞ്ഞുങ്ങളെ തലയിൽ ഒഴിക്കുന്നത് കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ രക്തവെള്ളം. എന്നാൽ വിചാരിക്കാൻ തുരുത്തിക്കാട് പോയി ചെറയിൽ പോയി തുണി കഴുകുക എന്ന് മഞ്ഞാടിയിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ വീണ് കിടക്കുക പാറ, ചിറകളിലെ വെള്ളം, തോടുകളിലെ വെള്ളം, രക്തവെള്ളം. ഇന്ന് രാവിലെ പറഞ്ഞു, ആ വെള്ളത്തിൽ കാപ്പിയിടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നിങ്ങളുടെ വസ്ത്രം കഴുകുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ വരുമെന്ന്. അതിനുശേഷം ഭൂകമ്പങ്ങളെ പറ്റി 70, 80, 90 മഹാരാഷ്ട്രയിൽ ലത്തൂർ, മുല്ലപ്പെരിയാർ അന്ന് തൊട്ട് പ്രശ്നമാ. ഇപ്പോഴും വിള്ളലുണ്ട്. ഏത് സമയത്ത് മുല്ലപ്പെരിയാർ പൊട്ടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു, 40-30 ലക്ഷം ജനങ്ങൾ മോശയുടെ വാക്ക് കേട്ട് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കണ്ട് ആഴമേറിയ ചെങ്കടൽ വന്നപ്പോൾ അന്ന് രാത്രി മുഴുവൻ സ്വർഗം കിഴക്കാൻ കാറ്റടിപ്പിച്ചു. അവർ ചെങ്കടൽ കടന്നു. പഴയ നിയമത്തിൻ്റെ വിമോചകൻ, എന്നാൽ പുതിയ നിയമത്തിൻ്റെ രക്ഷകനായ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ മുല്ലപ്പെരിയാർ പൊട്ടിയ വെള്ളത്തിൽ വീണ് പെരുവഴിയാകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മുല്ലപ്പെരിയാർ എപ്പോഴോ പൊട്ടാതിരിക്കട്ടെ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ശക്തിയോടെ ഞാൻ പറഞ്ഞു, മുല്ലപ്പെരിയാർ പൊട്ടുന്ന ശബ്ദം ലോകരാജ്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് കാന്തൻ്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ സഭയെ ചേർക്കുവാൻ മുഴങ്ങുമെന്ന്. ലൂക്കോസ് 21:11 വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധിയും ഉണ്ടാകും. രാവിലെ വെളിപ്പാട് 6:14-15 വീണ്ടും വായിച്ചു. പുസ്തക ചുരുൾ ചുരുട്ടുന്ന പോലെ ആകാശം മാറിപ്പോകും. സകല മലകളും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോകും. അമ്പൂരി, പിന്നെ അത് കഴിഞ്ഞിട്ട് കവളപ്പാറ, പുത്തുമല, അത് കഴിഞ്ഞതിന് ഇടുക്കി, പെട്ടിമുടി, മുണ്ടക്കയം, കൂട്ടിക്കൽ, വയനാട് നമ്മളെല്ലാവരും കണ്ടു. ചൂരമല, മുണ്ടക്കൈ, ഇതെല്ലാം വീണതുപോലെ ഇവിടുത്തെ മലകൾ വീഴും. ദ്വീപുകൾ സ്വസ്ഥാനത്ത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് 2 അടി താന്നു പോയി. ഇതെല്ലാം കാണുമ്പോൾ ഭരണാധികാരികൾ കസേരകൾ എഴുന്നേൽക്കും. ധനവാന്മാരും ബലവാന്മാരും പ്രഭുക്കന്മാരും മഹത്തുക്കളും എവിടെ ചെല്ലും? മലകളോടും പാറകളോടും ചെന്ന് ഞങ്ങളുടെ മേൽ വീഴുവിൻ, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വേണ്ട കാത്തുകൊള്ളുവിൻ. ഇന്ന് പ്രഭാതത്തിൽ അതുകൊണ്ട് ശക്തമായി പറഞ്ഞു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കരയെ ഇളക്കം, കടലിനെ ഇളക്കം. സകല ജാതികളും കോവിളിൽ ഇളങ്ങിക്കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ നടുവിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ആരാ സകല ജാതികളുടെയും മനോഹര വസ്തു? യേശുക്രിസ്തു. പെന്തക്കോസിൻ്റെ അല്ല, CSAയുടെ അല്ല, മർത്തോമയുടെ അല്ല, ഹൈന്ദവൻ്റെ അല്ല, ഇസ്ലാം സഹോദരങ്ങളുടെ അല്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇവിടുത്തെ പ്രിയപ്പെട്ടവരെല്ലാം കസേര വിട്ട് മരണത്തിന് കാക്കുമ്പോൾ കൃപ പ്രാപിച്ച് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യാശയുണ്ട്. ഒരു രാജാവ് നീതിയോടെ വാഴും. നമ്മുടെ കർത്താവ് മടങ്ങി വരും ഇന്ന് രാവിലെ. അതിനുശേഷം ഇപ്പോഴത്തെ സംഭവങ്ങൾ എസെക്കിയേൽ 14, 21, 22 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും നീക്കേണ്ടതിന് അത് കേരളം ഞാൻ ഡൈല്യൂട്ടാക്കി കൊടുത്തു. വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി, ഇതെല്ലാം കോവിഡിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ നടുവിൽ നിന്ന് എസെക്കിയേൽ പറയുന്നു, പുറപ്പെട്ടു പോരാനുള്ള ഒരു രക്ഷിത ഗണത്തെ ഞാൻ ശേഷിപ്പിച്ചിരിക്കും അന്ത്യകാലം. ആകയാൽ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം ഒരിക്കൽ കൂടി ഇന്ന് രാവിലെ മത്തായി 7:24-25 എൻ്റെ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ വൻമഴ ചൊരിഞ്ഞു, പെരുങ്കാറ്റ്
കാറ്റടിച്ചു, വീടിന്മേൽ ആഞ്ഞടിച്ചു. എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമിട്ടതായതുകൊണ്ട് വീണ് പോകയില്ല. മനസ്സിലാകുന്നവർക്കായി ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ട ദൈവസഭ ഇപ്പോൾ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വീണ്ടും താഴെ മത്തായി എഴുതി കൊടുത്തിരിക്കുന്നു ഒരു കാര്യം, എൻ്റെ ഈ വചനങ്ങൾ കേട്ട് മണലിന്മേൽ ഫൗണ്ടേഷൻ ഇല്ലാതെ ഓടി നടന്ന് കറങ്ങിക്കഴിഞ്ഞ് വീട് പണിഞ്ഞാൽ വൻകാറ്റടിച്ചു, ചുഴലിക്കാറ്റടിച്ചു, പെരുങ്കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു പോയി. രാവിലെ കേട്ടവർക്കായി അതുകൊണ്ട് ഇന്ന് പകലിൽ പറഞ്ഞു, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നുവെന്ന് ശക്തമായി കേൾക്കുവാനിടയാൽ ഈ സായം സന്ധ്യയിൽ ഒരു ദിനം കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതിഥിയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ അനാംസെ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. We are going Book of Revelation chapter 4 verse 1 and 2. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിക്കും. വായിച്ചാട്ട് മക്കളെ. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ, യോഹന്നാൻ എന്ന അപ്പോസ്തലനോട് സ്വർഗം കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട, യോഹന്നാനോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ആദ്യം അവന്റെ കാതുകളിൽ മുഴങ്ങിയ ശബ്ദം വായിക്കാം. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു. മതി മക്കളെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക കുഞ്ഞെ, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദൈവസഭയുടെ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അന്ത്യകാല സംഭവങ്ങൾ. വെളിപ്പാട് പുസ്തകം രാത്രിയിൽ 9ഓളം വാക്യങ്ങൾ വായിക്കും. മധ്യാകാശത്തിൽ കമ്പാർട്ട്മെന്റ് പറയുമ്പോൾ അവസാനിക്കും. പ്രസംഗം ഇവിടെ തീരുന്നില്ല. ഒരു 10-60 രാത്രി നിന്നാലും കർത്താവിൻ്റെ പരമന്റെ പ്രസംഗങ്ങൾ അവസാനിക്കുന്നില്ല. കണ്ണുകൾ ഒരു നിമിഷം കൂടി മൂടാം. കരുണാമയനായ ദൈവത്തിന് സ്തുതി കരേറ്റ. 2025 8 മാസങ്ങൾ കടന്നുപോയി. 9-ാം മാസവും മഹാദൈവം നമ്മളെ കാത്തു. കഴിപ്പാൻ തന്ന ദൈവത്തിന് നന്ദി, കുടിപ്പാൻ തന്ന ദൈവത്തിന് നന്ദി, ചെലവാക്കാൻ തന്ന ദൈവത്തിന് നന്ദി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടുപോകാൻ. 2 പെന്തക്കോസ്ത് പെരുന്നാൾ അവർ കാത്തിരിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങി വരുന്നു. 3 പ്രാപിച്ച ശക്തിയുമായി 2 ദൈവദാസന്മാർ പോകുന്നു. സുന്ദരമെന്ന ദേവാലയം, ഇസ്രായേലിന്റെ ദേവാലയം, ആ സുന്ദരമെന്ന പേരെങ്കിലും 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയത്തിലെത്തിയ ദൈവദാസന്മാർ അവിടെ അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവനെ കൊണ്ടിരുത്ത്. കഴിഞ്ഞ 3.5 വർഷമായി യഹൂദ പരിശന്മാർ കൊണ്ടിരുത്തത്തില്ല. അവർക്കറിയാം യേശു ഒരു സൗഖ്യമാകുമെന്ന്. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി, ഇനി സൗഖ്യം നടക്കത്തില്ലെന്ന് വിചാരിച്ചു. കൃപയാൽ ഈ ദൈവദാസന്മാർ അവിടെ ചെന്നു. ഈ കുഞ്ഞ് അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, ദൈവദാസന്മാര്, എനിക്ക് വല്ലതും തരണേ. കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ, ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളി ഒന്നുമില്ല, ഒന്ന് ഞങ്ങളുടെ കരങ്ങളിലുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലേക്ക് ഒരു കമ്പനം അഥവാ ഒരു സർക്യൂട്ടിൽ നിന്ന് വൈദ്യുതി പോകുന്ന പോലെ പാഞ്ഞു. അവൻ്റെ കൈകാലുകൾ നിവരാൻ തുടങ്ങി, നരയാണികൾ ഉറച്ചു. അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൽ കടന്നെങ്കിൽ ഇന്ന് രാത്രി കുരുടായ കണ്ണുകൾ, മുടന്തായ കാലുകൾ, പാപത്തിൻ്റെ അന്ധകാരങ്ങൾ മാറ്റുക. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഇറങ്ങിയ ദൈവശക്തി അനാംസിന്റെ 30ാമത് വാർഷിക കൺവെൻഷൻ ഇവിടെ ചലിക്കുന്ന രാത്രിയാകട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ 2 ദിനങ്ങൾ 2 സെക്ഷനുകൾ ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ, ഈ 3ാമത് സെക്ഷനിൽ ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. ഊരിപ്പിടിച്ച വാളുമായി ഹല്ലേലൂയ ദൂതന്മാർ പട്ടണത്തെ കാവൽ ചെയ്യുന്നതിനായി നന്ദി. സാറാബുകളുടെ ചിറകടിയുടെ ശബ്ദം ഇവിടെ മുഴങ്ങുന്നതിനായി നന്ദി. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ സത്യവചനം കേട്ട് ചില പാപികൾ ഈ രാത്രി കരമുയർത്തുക. അപ്പച്ചന്റെ വല്ലമൈ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അനാംസിന്റെ പിമ്പിൽ നേതൃത്വം കൊടുക്കുന്ന മക്കളെല്ലാം
അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ കടന്നു വന്ന് സൗഖ്യം പ്രാപിച്ചു ലോകരാജ്യങ്ങളിലേക്ക് പോയ കുഞ്ഞുങ്ങളെല്ലാം ഈ 30ാമത് വാർഷിക കൺവെൻഷൻ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വചനം ഉയർത്തുവാൻ, സമാധാനത്തിന്റെ സന്ദേശവാഹകരായി നിത്യതയ്ക്ക് വേണ്ടി ആയിരങ്ങളെ ചേർക്കുന്ന വിശേഷமான കൃപ இந்த നാളുകളിലെ അന്തമാന ഊഴിയക്കാരിലേക്ക് വരുവാൻ ഞങ്ങൾ അപ്പച്ചനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. പ്രശംസലായി ഇവിടെ ഇരിക്കുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കണേ. അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം കാക്കണമേ. വിദേശ രാജ്യങ്ങളിലുള്ള മക്കളെ ദൈവം കാക്കണമേ. മിഷനറിമാരെ കാക്കണമേ. ഒരു പ്രാവശ്യമെങ്കിലും ഈ മുറ്റത്ത് വന്ന് പ്രാർത്ഥിച്ച സകല മക്കളെയും ദൈവം കാത്തുകൊള്ളണമേ. അടുത്ത ദിവസങ്ങളിൽ വാർഷിക ആഘോഷങ്ങളെല്ലാം തിരുക്കരങ്ങൾ തരുന്നു. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ ബിരുദമോ ഒന്നും ഈ രാത്രി ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. ആദ്യോടന്ത തിരുസാൻഡിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അപ്പച്ചന് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗം ഇവിടം തൊട്ട് സമാധാനമായിട്ട് നാം ചിന്തിക്കും. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കണം. പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തെ പറ്റി ആധികാരികമായി കഴിഞ്ഞ രാത്രി ഇന്ന് പകലുമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ രാത്രി പിന്നെയും പറഞ്ഞ് വിരസത വരുത്തണ്ട. അതുകൊണ്ട് അതിൽ ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം കാണും. വയോധികനായ യോഹന്നാനെ 2 ശിക്ഷകൾ കൊടുക്കുന്നു. 1 ശരീരത്തിൽ കത്തിവെക്കുന്നു, അവൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. 2 തിളച്ച എണ്ണയ്ക്കകത്ത് അവനെ കൊണ്ടിടുന്നു, അവിടുന്ന് രക്ഷപ്പെടുന്നു. അവസാനമായി പണ്ട് അമേരിക്കയിലെ ഭരണകൂടം ക്യൂബയിലെ ഗൊണ്ടലാമോ ജയിലിലേക്ക് ആളുകളെ കടത്തുന്നത് പോലെ റോമിൻ്റെ ചക്രവർത്തിമാർ മനുഷ്യനെ നാട് കടത്തുന്ന സ്ഥലമായിരുന്നു ഏറ്റവും നിർണായകമായ ഗ്രീസ് എന്ന് പറയുന്ന പട്ടണം. അതിൻ്റെ തലസ്ഥാനം ഏതൻസ്. 60 മൈൽ ഒഴുകുന്ന തേംസ് നദി, മൊത്തം നടുക്ക് ദ്വീപ പദ്മോസ്. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്നു. ലോകചരിത്രം 16 നീളം 10 കിലോമീറ്റർ. അവിടെയാ യോഹന്നാനെ കൊണ്ടുപോയത്. അദ്ദേഹത്തെ കൊണ്ടൊരു ജീപ്പിൽ നിന്ന് തള്ളുന്ന പോലെ തള്ളി 5 കാര്യങ്ങൾ: ആകാശമുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊല്ലുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യന്റെ അസ്ഥികഷ്ണം വാർന്ന് തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം, അതിൻ്റെ നടുവിൽ പാറക്കൂട്ടങ്ങൾ. വന്നവരെല്ലാം പോയി. എന്നാൽ വയോധികനായ യോഹന്നാൻ വിചാരിച്ച് ഞാനിവിടെ അസ്തമിക്കാൻ പോവുക. കാൽവരി ദർശനം കണ്ടവൻ അവിടെ മുട്ടുമടക്കി. ഇന്ന് പ്രിയപ്പെട്ട അച്ചായൻ പ്രാർത്ഥിച്ചതുപോലെ കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 10,000 തമ്പേറില്ല, പാട്ടുകാരില്ല. അവങ്കലേക്ക് നോക്കിയ മക്കൾ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആത്മാവിൽ ഇന്ന് രാത്രി വചനം കേൾക്കണം. നാട്ടുകാരും വീട്ടുകാരും തള്ളു അമ്മച്ചി. കൂടെ പാടിയവർ നിനക്കെതിരെ പോസ്റ്റ് ഇടും. നിന്റെ കൂട്ടുകാർ നിനക്കെതിരെ ആരോപണം ഉന്നയിക്കും. ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്ന് നീ മുഴങ്കാൽ മടക്കുമോ, പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീർ വീഴുമോ, സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പരാജയത്തോടെ നീ ഇതിനകത്ത് എഴുതേക്കരുത്. നീ തകരാൻ ദൈവം അനുവദിക്കയില്ല. വാഗ്ദത്തമുള്ളവൻ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ആരൊക്കെ കൈവിട്ടാൽ കാൽവരി ദർശനം കണ്ടവനെ അന്ത്യം വരെ വഴി നടത്തുക. യോഹന്നാന്റെ കണ്ണുനീറിനകത്ത് ഇറങ്ങി വന്ന കര നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്വർഗം തുറക്കുന്നു. കാൽവരിയുടെ കുളക്കലത്തിൽ 156 മുള്ളുള്ള കിരീടം, ചരിത്രം 39 അടികൾ, പീലാത്തോസിന്റെ 3 കാരിരും വാണികൾ, പെരിട്ടോണിയസിന്റെ ചാട്ടവാർ, ഈയക്കട്ടയും വാളച്ചൂണ്ടയും. അതിനകത്ത് എൻ്റെ നാഥൻ തകർന്നത്. ആ നാഥനെ പത്മോസിൽ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കിട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. മട്ടുമടക്കിയ യോഹന്നാന്റെ മേൽ കരമിറങ്ങി. ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലൻ കൈവശമിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ നമ്മുടെ കരങ്ങളിൽ അവസാന പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചനം. അപ്പോക്കാലിപ്സ്. രംഗപടത്തിന് പിൻപിൽ, കർട്ടന് പിൻപിൽ നടക്കുന്ന യുഗാന്ത്യ സംഭവം. 404 വാക്യം 22 അധ്യായം. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 സഭ ഇവിടില്ല. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം. 13 പിശാചിന്റെ തൃത്വത്വം. 14 സിയോൻ മലയിലെ കുഞ്ഞാട്. 15 കൈമയിലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ.
കുഞ്ഞാടിൻ്റെ വീണകൾ, 16 7 കാഹളം, 7 കലശം, 7 ദൂതന്മാർ, 17 മഹതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിൻ്റെ കല്യാണം. 20 വരുമ്പോൾ ദാ വരുന്നു അന്തിമയുദ്ധം, ഹർമഗദോൻ. 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു, ഒന്നാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയി. 22 പുസ്തകം സമാപിക്കുന്നു. ബിഹോൾഡ് ഐ ആം കമ്മിങ് സൂൺ. മനസ്സിലാകുന്നവർക്കായി ഞാൻ വേഗം വരുന്നു. കുഞ്ഞെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിമാൻ മുട്ടുമടക്കട്ടെ, വിശുദ്ധൻ സഭയിൽ കരയട്ടെ, നമുക്ക് പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. എത്ര ദിവസം വേണമെങ്കിലും അനാംസിൽ നിന്നാൽ ലോക സംഭവങ്ങൾ മുഴുവൻ നിവർത്തിയാക്കുക. ഇന്നലെ രാത്രി ഞാനൊരു വാക്ക് തൊട്ട് തുടങ്ങി. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ മത്തായി 24 3 4 5 ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിന്റെ അവസാനത്തിന് അടയാളം. യേശു പറഞ്ഞ മറുപടികൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇവിടുത്തെ മഞ്ഞാടിയിലെ ദൈവമക്കൾ കാണുമ്പോൾ ഒരുവൻ അകലെ വാതിൽക്കൽ നിന്നോട്ട് അടുത്ത് വരുന്നുണ്ട്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാടിയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയാതെ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരൻ വരവിലും ലോത്തൻ കാലത്ത് സംഭവിച്ചതുപോലെ നാടൻ മലയാളത്തിൽ ഒരു രാത്രി കൂടി കാന്തന്റെ വരവിന്റെ 6 ചാലുകൾ. 1 അത്തിയാകുന്ന ഇസ്രായേൽ, 2 ആന്റി ക്രൈസ്റ്റ് അവനടുക്ക, 3 ഏകലോക ഭരണത്തിന് വേണ്ടി ഒരുവൻ എഴുന്നേറ്റ് വരുന്നു, 4 പ്രപഞ്ചത്തിൽ മാറ്റം, 5 സംഭവമായി നോഹയുടെ കാലം പോലെ എല്ലോയും മാങ്കോയും പൈനാപ്പിളും ഇവിടെ അടിച്ചുകൊണ്ടിരിക്കും. 6 ലോത്തിന്റെ കാലം. അതിൽ 2 ഭാഗങ്ങൾ മാത്രം ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കും. ശ്രദ്ധയോടെ മനസ്സിലാക്കണം. 1917 ശ്രദ്ധയോടെ ഇരിക്കണമേ. 14 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം. ഇന്നലെ ഞാൻ പറഞ്ഞു ഇസ്രയേലിന് രാജ്യം കിട്ടിയില്ല. ബാൽഫോർ ഡിക്ലറേഷൻ അവർ മടങ്ങി വന്നതാ. 48 മെയ് 14, 39 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. അതിനുശേഷമാണ് 48 മെയ് 14 ഇസ്രയേൽ സ്വതന്ത്രമാകുന്നത്. ഇന്നും അവൻ്റെ വാർത്തയില്ലാത്ത ഒരു പത്രവുമില്ല. 22,700 കിലോമീറ്ററാ ഇസ്രയേൽ. അതിൽ തൊട്ട നടുക്കൊരു സംഭവം ഉണ്ട്. അതിൻ്റെ പേരാ കിഴക്കൻ ജെറുസലേം. അതിനെ ബേസ് ചെയ്താ ഇത് വരാൻ പോകുന്നത്. അതോടനുബന്ധിച്ച് അപ്പുറത്തേക്ക് കാണുമ്പോൾ ഏകദേശം 6,750 കിലോമീറ്റർ പലസ്തീനിലെ 4 പ്രൊവിൻസ് ഇന്നലെ ഞാൻ പറഞ്ഞു. 1 നസറത്ത്, അത് കഴിഞ്ഞ് വെസ്റ്റ് ബാങ്ക്, റമല്ല, ഈസ്റ്റ് വെസ്റ്റ് റമല്ലകളെല്ലാം PLOയുടെ നേതൃത്വത്തിലാണ്. ഇപ്പുറത്ത് കിടക്കുന്ന മെഡിറ്ററേനിയൻ കടൽ തീരമാ ഈ ഗാസ സ്ട്രിപ്പ്. അവിടെയാ ഇന്നത്തെ വലിയ പ്രശ്നം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യദിന ഇസ്രയേൽ 1948 മെയ് 14 സ്വതന്ത്രമായി. 2028 ആകുമ്പോൾ ഇസ്രയേലിന് 80 വയസ്സാകും. ഇതോടുകൂടി ഈറ്റുനോവിൻ്റെ ആരംഭവുമാവും. ഒക്ടോബർ 7-ാം തീയതി 2023 തുടങ്ങിയ അറ്റാക്ക ഇന്നും ലോകരാജ്യങ്ങൾ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെത്തുന്നത് കറക്റ്റായി 3-ാം ലോക മഹായുദ്ധത്തിലേക്ക്. അതാ 2 ways. 1 റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. അതൊരു 2 ദിവസം പ്രസംഗം. അതെല്ലാം ബൈബിൾ എസക്കേലിലുണ്ട്. അതിനോടനുബന്ധിച്ച് അറബ് ലീഗ് ഒരുമിക്കുന്നു. ഇതെല്ലാം വരാൻ പോകുന്നത് ഒരു 3-ാം ലോക മഹായുദ്ധം. ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ഭരണത്തിലേക്ക് വരും, ആന്റി ക്രൈസ്റ്റ്. അവൻ ഇന്നലെ രാത്രി യഹൂദനോട് ഒത്തീർപ്പുണ്ടാക്കും. പ്രസംഗം കേട്ടവർക്കറിയാം. യഹൂദൻ്റെ ഇന്നത്തെ പ്രസംഗം പണമല്ല, സമ്പത്തല്ല, ഒന്നുമല്ല. അവന് പള്ളിയില്ല. പള്ളി അവൻ പണിഞ്ഞു കൊടുക്കുമെന്ന് ഇന്നലെ രാത്രി പറഞ്ഞു. അതിനോടനുബന്ധിച്ച് ജെറൂസലേം ആർക്ക് വിട്ടുകൊടുക്കും? അറബികൾക്ക്. ഇവിടം തൊട്ടാ പ്രഭാഷണം ആരംഭിക്കുന്നത്. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ജെറുസലേമിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ പറഞ്ഞു ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. അനാദിയിൽ ദൈവം സൃഷ്ടിച്ചത് ദൂതസംഘത്തെ. 3 പേരായിരുന്നു ലീഡർ. 1 പട്ടാളക്കാരൻ മീക്കായിൽ, 2 കൊറിയർ സർവീസുകാരൻ ഗബ്രിയേൽ മാലാഖ, പിന്നെ 3-മതൊരുത്തനുണ്ടായിരുന്നു ആരാധന സംഘത്തിൻ്റെ നല്ല ലീഡർ, വർഷിപ്പ് ലീഡർ. അവൻ്റെ പേരായിരുന്നു ലൂസിഫർ. ലൂസി പ്രകാശം പെർ രശ്മി. അവൻ ആ സ്വർഗത്തോട് മറുതലിച്ച്, കർത്താവെ ഞാൻ മേലോട്ട് കയറി വരും, നിന്റെ സിംഹാസനം പിടിക്കും. അവൻ വെട്ടേറ്റ് വീണു. അവൻ ആ തേജസ് നഷ്ടപ്പെട്ട ദൂതനായി, അവൻ ആ പിശാചായി. അരുണോദയ പുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് വീണതെന്ന്. അതാ ദൂതന്മാരുടെ യുഗം. അതുകൊണ്ടാണ് നമ്മൾ അനാംസിന്റെ പാട്ടുപുസ്തകത്തിൽ ഒരു പാട്ടുണ്ട്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. സകല ദൂതന്മാര്, ദൂതൻ ആരായി തീരുമെന്ന് അവസാനം കേൾക്കാം. അതുപോലെ പത്രോസ് ലീഗ ധന്യം ചൊല്ലി പാപം ചെയ്ത ദൂതന്മാർ ദൈവം അന്ധതമസിനകത്താക്കി. 2
നിൽക്കൽമഷയുഗം. എത്യോപ്യയുടെ മണ്ണിൽ 6 ഘടകം, സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്തപ്പൊടിയിൽ നിന്ന് നമ്മുടെ ആദം വല്യപ്പന് മെനഞ്ഞു. ഭൂതലത്തിൽ കുടിയിരിക്കാൻ അപ്പച്ചൻ്റെ വാര്യലിൽ നിന്നൊരമ്മാമ്മയും മെനഞ്ഞു. മനുഷ്യകുലത്തിൻ്റെ സന്തതിയായി ആദ്യത്തെ 2 അപ്പനും അമ്മയും ആദം ഹൗവ ദമ്പതികൾ. പക്ഷേ തോട്ടം കിട്ടി. ഞങ്ങളുടെ ഉപദേശമാരണക്ക് കാശ് കിട്ടിയപ്പം മറന്നുപോയതുപോലെ ദൈവം വെച്ച കൽപ്പന മറന്നു. നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നാടൻ മലയാളം ഒരു മറ്റു കടമെടുക്കുന്നു. മഞ്ഞാടി ചന്തയിൽ പോയിക്കൊണ്ടിരുന്ന സ്വോത്രം നമ്മുടെ ആദം ചങ്ങനാശ്ശേരി പോയി ഡിസ്കൗണ്ടിന്. അപ്പോൾ ഈ സർപ്പത്തിന് എങ്ങനോ അമ്മമ്മയുടെ വാട്സപ്പ് നമ്പർ കിട്ടി. മലയാളം മനസ്സിലാകുന്നവർക്കായി ആദ്യം ഹലോ, പിന്നെ ഹായ്, പിന്നെ പ്രൈസ് ദ ലോർഡ്, പിന്നെ ഹല്ലേലൂയ, വീട് തരാം, കാറ് തരാം. എന്നിട്ട് അമ്മാമ്മയോട് പറഞ്ഞു, കർത്താവെല്ലാം പറഞ്ഞ തെറ്റ, ഞാൻ പറയുന്ന കേൾക്കാൻ. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചു. അമ്മാമ്മ ഒറ്റയ്ക്ക് നല്ല ടേസ്റ്റ് അമേരിക്കൻ ആപ്പിൾ കഴിക്കുമെന്ന് സർപ്പത്തിന് അറിയാം. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, മൊത്തം തിന്നരുത്, പകുതി ഫ്രിഡ്ജ് വെച്ചേക്കണം. മനസ്സിലാകുന്നവർക്കായി ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്ന് വരുന്ന അച്ചായനും കൊടുക്കണം. സ്വോത്രം. അങ്ങനെ ആദമ്യ കുടുംബം ദൈവസന്നിധിയിൽ മാറി. നിൽക്കൽമഷയുഗം. 3 മനസാക്ഷിയുഗം. ഒരമ്മയുടെ ഉദരത്തിൽ 2 പേർ, 9 മാസവും 9 ദിവസവും 9 വിനാഴികയിൽ നൊന്ത് പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ. കായീൻ ഹാബേൽ ആരാധനയ്ക്ക് വേണ്ടി വരുന്നു. കുവൈറ്റ് ഇറാഖ് യുദ്ധമല്ല, ആദ്യം ഒരു വീട്ടിലെ 2 എണ്ണം ആദ്യത്തെ ആടി. കായീൻ ഹാബേലിനെ വെട്ടിക്കൊല്ലുന്നു. ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നു. സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി, കായീനെ നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അവൻ പറഞ്ഞ്, കർത്താവ് മിണ്ടായിരിക്കണം, അവന്റെ കാവൽക്കാരനോ ഞാനെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുന്നു. ഈ 9 മാസം 9 ദിവസം 9 വിനാഴിക സയൻസ് പഠിച്ച് ഞാൻ പ്രസംഗിച്ച് പലയിടത്തും കേട്ട്. ഇന്നത്തെ പ്രവാചകന്മാർ ഈ 9-ാം മാസം ടി വി കൂടെ പറയുന്നിട്ട് പ്രസവം നടക്കുന്നവർ ഈ മാസം വിടുതലുണ്ടെന്ന്. മനസ്സിലാകുന്നവർക്കായി കള്ളന്മാർ, അവന്മാരെ കുഞ്ഞനിയന്മാർ തിരുവല്ലയിലുമുണ്ട്. സ്വോത്രം. സയൻസ് അറിയത്തില്ല, മെഡിക്കൽ സയൻസ് അറിയത്തില്ല, ഒരു മണ്ണാങ്കട്ട അറിയാത്തവന്മാർ ടി വി കൂടെ പറയും 9-ാം ദിവസം ഡെലിവറി നടക്കുന്നതിൽ ഒരു ഡെലിവറൻസ്, ഒരു വറൻസും ഇല്ല, മറ്റുള്ള തിന്നോണ്ടിരുന്നാൽ മതി. സ്വോത്രം. ഇതൊക്കെ ബൈബിൾ സയൻസോ മനസ്സിലാകുന്നവർക്കായി. ആ യുഗമാ നിൽക്കൽമഷ യുഗം കഴിഞ്ഞു. മനസാക്ഷി യുഗം. 4 ന്യായപ്രമാണ യുഗം. സീനായുടെ മടിത്തട്ടിൽ മോശയെ കൊണ്ടുവന്നു. 750 പ്രമാണം, 10 കൽപ്പന. എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം. അവസാനം യഹൂദൻ തന്നെ കൽപ്പനകളെല്ലാം അടിച്ചുടച്ച് മരച്ചീനിക്ക് വളമാക്കി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതിനുശേഷം ദൈവം ഒരുവനെ വിളിച്ചു. ഇവരൊന്നും രക്ഷയില്ല. സങ്കലന യുഗത്തിൽ ഒരുവൻ ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന കണ്യ സ്നാപക യോഹന്നാൻ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം. യോഹന്നാൻ വന്ന് ചെറിയ പരിശയോഗം. നമ്മുടെ ജോർജ് സാറൊക്കെ തുടങ്ങുന്ന പോലെ വെണ്ണിക്കുളവും തടിയൂരും ഒക്കെ ചെറിയ പരിശയോഗം തുടങ്ങിയപ്പോൾ ഇവൻ്റെ തല പോകുമെന്ന് സ്വർഗത്തിനറിയാം. അപ്പോൾ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സങ്കലന യുഗത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലേക്ക് വരുന്നു. മനസ്സിലാകുന്നവർക്കായി ഇന്ന് പകൽ ഇന്ന് രാത്രി ബൈബിളിൽ ഒരു മിനി ബൈബിളുണ്ട്. അതാ യെശയ്യാ പ്രവചനം. 39 നിഴൽ, 40 മുതൽ പൊരുൾ. അതാ 66 നിഴൽ. 39 കഴിയുമ്പോൾ 40 ഇന്ന് വീട്ടിൽ ചെന്ന് വായിക്കണം. യോഹന്നാന്റെ നല്ല പ്രസംഗം. സർപ്പസന്തതികളെ, സന്തോഷമില്ലല്ലോ. ഞങ്ങൾ ഇന്ന നാളുകളിലെ പേസുകരെ, കുഞ്ഞുങ്ങളെ, അരുമയാണ് ദൈവ പിള്ളകളെ, മക്കളെ, ഹിന്ദിക്കാരൻ്റെ ഭാഷ പറഞ്ഞ ബായോ ബഗനോ എന്തൊരു നല്ലതുപോലെ പറഞ്ഞ പാർശ്വന്മാർ ഇവിടെ പോണ്ട്. സർപ്പസന്തതികളെ എന്നൊന്നും വിളിക്കല്ലേ. കല്ലേറ് കെട്ടിയിട്ട് പിന്നെ കർത്താവിനെ കുറ്റം പറയുന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി വരാനിരിക്കുന്ന ദുർഘട ദിവസത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് യഹോവയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ വഴിയൊരുക്കുക. യോഹന്നാന്റെ തല താലത്തിലിറക്കപ്പെടുന്നു. സങ്കലന യുഗത്തിന്റെ അവസാന കണ്ണിയായി 33 തിരുവയസ്സിൽ ബേഥലഹേമിൽ ജനിച്ചു. മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അത് പറഞ്ഞപ്പോഴാണ് പഴയ ഒരു ചിന്ത ഓർമ്മ വന്നത്. എല്ലാ കാലത്തും ദൈവ സാന്നിധ്യം, ആ വാക്ക് വിട്ടുകളെ തിരിഞ്ഞു വരാം. എല്ലാ കാലത്തും ദൈവ സാന്നിധ്യം നടുവിൽ പറയാം. അനാദി നിത്യതയിൽ പിതാപുത്ര പരിശുദ്ധാത്മാവ്, അവൻ പുത്രൻ നടുവിലായതു. അവൻ ജനിച്ചതെവിടെ? ലോകത്തിന്റെ മധ്യപകുതിയായ ബേഥലഹേമിൽ, മധ്യപകുതി നടുവിൽ. അവൻ വളർന്നതെവിടെ? മാതാപിതാക്കളുടെ നടുവിൽ. അവൻ പള്ളിയിൽ പോയതെവിടെ? പുരുഷാരത്തിന്റെ നടുവിൽ. അവൻ അത്ഭുതം ചെയ്തതെവിടെ? ശിഷ്യന്മാരുടെ നടുവിൽ. എൻ്റെ നാഥൻ പരമയാഗമായത് 2 കള്ളന്മാരുടെ നടുവിൽ. അവൻ ഉയർത്തെഴുന്നേറ്റ് കടന്നു വന്നത് വീടിന്റെ മുകളിലുമല്ല, താഴെയല്ല, കാത്തിരിക്കുന്നവരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ. ഇനി
വെളിപ്പാട് അവസാനിക്കുമ്പോൾ വീതിയുടെ നടുവിൽ ഞാൻ കുഞ്ഞാടിനെ കണ്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും കരം ഉയർത്തുന്നവർക്ക് അതിൻ്റെ നടുവിൽ വരാമെന്നല്ല, വാഗ്ദത്ത പ്രകാരം കടന്നു വരുന്ന കർത്താവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത് ആളിൻ്റെ ബാഹുല്യത്തിലല്ല, അംഗബലത്തിൻ്റെ ബാഹുല്യത്തിലല്ല. 2 പേർ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ അടുക്കളയിൽ കരഞ്ഞാലും കർത്താവുണ്ട്, വണ്ടിയുടെ അകത്ത് കരഞ്ഞാലും കർത്താവുണ്ട്. തിരുവല്ല ആശുപത്രിയുടെ മുൻപിൽ മരത്തിന്റെ ചവിട്ടിൽ കരം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ നടുവിൽ വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ നല്ല കർത്താവിനെ ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പം 40 ദിവസം ശിഷ്യന്മാരുടെ ഇടയിൽ പാർത്തു. 40-ാം ദിവസം യേശു ഒലിവുമലയിൽ നിൽക്കുമ്പോൾ ഒരു മേഘം വന്ന് താഴേക്ക് യേശു മേഘത്തട്ടുകളിൽ എടുക്കപ്പെട്ടു. 3 പ്രത്യേകത ഒലിവുമലയ്ക്ക്. 1, അവൻ്റെ പ്രഭാഷണം ഒലിവുമല പ്രഭാഷണം എസ്കറ്റോളജി. 2, അവൻ പോയത് ഒലിവുമലയിൽ നിന്ന്, ഇനി വരുന്നതും ഒലിവുമലയിലേക്ക് തന്നെ. സക്കറിയ പ്രവചനം, വലിയ പ്രവചനങ്ങളാണ് അത്. അപ്പം 240 വർഷം വഴിദൂരം. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞോളൂ, യേശു പിന്നെ യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി, 107 സഹോദരന്മാർ, 12 അപ്പോസ്തലന്മാർ, പെന്തക്കോസ്ത് പെരുന്നാൾ, പത്രോസാന്റെ പ്രസംഗം കേട്ട് 3000 പേർ കലക്കവെള്ളത്തിൽ ചാടി. 3100 പേരാൽ ആരംഭിക്കപ്പെട്ട സഭയാ ദൈവസഭ. അവറാച്ചൻ്റെ സഭയല്ല, തോമാച്ചൻ്റെ സഭയല്ല, സഭ മാർത്തോമ കുമ്പനാടല്ല, സഭ നമ്മുടെ മഞ്ഞാടി നവജീവോദയമല്ല, സഭ ഇരുമ്പലിയൂരിലല്ല, സഭ കുമ്പനാട്ടല്ല, സ്റ്റേഡിയത്തിലല്ല. 3120 പേരാൽ പരിശുദ്ധാത്മ ശക്തിയിൽ ആരംഭിക്കപ്പെട്ടത് ദൈവസഭ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അന്ന് പ്രസിഡന്റും ഇല്ല, സെക്രട്ടറി ഇല്ല, കമ്മിറ്റിക്കാരനുമില്ല, ട്രഷറും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ഇട്ട് വെട്ടുന്നവനുമില്ല. സഭ ആരംഭിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ. ഈ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോൾ തന്നെ ഈ സഭ എടുക്കപ്പെടും. അതുകൊണ്ട് പൗലോസ്ലീഹ ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. മനസ്സിലാകുന്നവർക്കായി ഇപ്പൊ കാര്യസ്ഥന്റെ ശക്തി അതാ യേശു പറഞ്ഞ്, ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ. അതുകൊണ്ട് ഈ സഭയെ ചേർക്കാൻ ഒരു സഭയെ ഞാൻ കുറ്റം പറയത്തില്ല. there are denominations but otherwise the church is started the power of the Holy Spirit. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആ പരിശുദ്ധാത്മ ശക്തി നിലനിൽക്കുമ്പോൾ സഭ എടുക്കപ്പെടും. അത് കഴിഞ്ഞാൽ 4 കാലം ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യ യുഗങ്ങൾ പ്രിയനോട് ചേരും. ബൈബിളിനകത്ത് കേട്ടാട്ടെ 3 ലോകങ്ങൾ. 1-ാമത്തെ ലോകത്തിൻ്റെ പേരാ പുരാതന ലോകം. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാടും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതായിരുന്നു കാസ്മോസ്. അത് നോഹയുടെ കാലത്ത് പോയി. 2-ാം ലോകം ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. 2 പത്രോസ് 3:10 ബൈബിൾ എടുക്കണം. അതിന് സയൻസ് വിളിക്കുന്ന അയോണെന്ന്. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുടക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും. അതുകൊണ്ടല്ലേ പരിശോധി കുഞ്ഞുങ്ങൾ പാടും, ചുള പോലെ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. അതെല്ലാം ക്രിസ്ത്യാനിയുടെ നിന്ന് പോയി. ഇപ്പം നല്ല നല്ല പാട്ടില്ലേ, ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും, എന്തൊരു നല്ല പാട്ടുകളാണ്. സ്വോത്രം. പണ്ടത്തെ പാട്ട് ചൂള പോലെ കത്ത്. ഇതിനകത്തെല്ലാം നുഴഞ്ഞ് കയറി പലരും. ഇതിനകത്ത് ആദ്യം കണ്ടിട്ട് നേതാക്കന്മാർ കണ്ണടച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് കവർ കിട്ടുന്നതുകൊണ്ടായിരിക്കും. സ്വോത്രം. യവനെയെല്ലാം ദൈവസഭയെ കയറ്റി ഈ സഭയെല്ലാം ഇല്ലാതാക്കി. സത്യസൂചേട്ടൻ പറയുന്നവരിതില്ല, വെളിപ്പാടോ പുറപ്പാടോ പറയുന്നവന് കാര്യമില്ല. തിരുവല്ല സ്റ്റേഡിയത്തിൽ വിടുതലെന്ന് പറഞ്ഞാൽ ഇന്ന് ഈരാറ്റുപേട്ടെന്ന് വണ്ടിയും പിടിച്ചു വരും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. നീ വിടുതലും മേടിച്ചുകൊണ്ടിരുന്നോണ്ട് അവസാനം നിന്നെ വിടുവിക്കാൻ ആരും കാണത്തില്ല. സ്വോത്രം. വിടുതൽ നടത്തുന്നവൻ ജെറ്റും മേടിച്ച് കറങ്ങി നടക്കുക, നീ ഇവിടെ കപ്പേട ഓട്ടിക്കിടക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇന്ന് പകൽ ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഇപ്പോഴാ കാര്യം പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഓർത്ത് ചിന്ത ഇപ്പം അത്രയും ക്ലിയർ ആണ്. പണ്ട് സഖാവ് EMS അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൽ ന്യൂഡൽഹിയിലേക്ക് പോവാ. തൊട്ടപ്പുറത്ത് അടിമയാനൊരു വേലക്കാരൻ കർത്തൃദാസൻ EMS മാർക്സിസ്റ്റ് പുസ്തകം വായിക്കുന്നു. ആ പാസ്റ്ററായിരുന്നു, നല്ല പാസ്റ്റർ. അദ്ദേഹം ബൈബിൾ വായിക്കുന്നു. ഈ കണ്ണി വയ്ക്കാതെ ബൈബിൾ വായിച്ചപ്പോൾ EMS അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ എന്തോ വായിക്കുന്നത്? ബൈബിളാ. എന്തോ എഴുതിയിരിക്കുന്നത്? കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ കത്തിപ്പോകുന്നു. ഉടനെ EMS അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ ഇത്രയും വായിച്ചിട്ട് എത്ര പേരോട് പറഞ്ഞെന്ന്? മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. സഖാവ് EMS ചോദിച്ചാൽ ഇത്രയും വായിച്ചിട്ട് എത്ര പേരോട്
അനേകരോട് പറഞ്ഞെന്ന്. സ്വോത്രം. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തെ ഒരു ഭാഷയെ പറ്റി എഴുതി ഞാൻ വായിച്ചപ്പോഴും ഓർമ്മയുണ്ട്. ഇനി നമുക്കവിടെ പ്രത്യാശ, മൂന്നാമതൊരു ഭൂമി. വെളിപ്പാട് 21:1-2. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിന് സയൻസ് വിളിക്കുന്ന വൈക്കോമിന. അന്ന് റോസമ്മാമയ്ക്ക് റോസയെ പിടിക്കാൻ മുള്ള് കാണത്തില്ല, കുഞ്ഞമ്മാമയ്ക്ക് പാവയ്ക്ക് നല്ലോണം തിന്നെ കയ്പ് കാണത്തില്ല. അതിനുശേഷം തെങ്കച്ചായം വെറുതെ കയറി തെങ്ങയെ തട്ടിക്കൊണ്ടിരിക്കും, ഒരു കള്ളും കിട്ടത്തില്ല, മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോണിക്കൊട്ടൻ വീട്ടിൻ്റെ മേളിൽ കഞ്ചാവ് വളർത്തും, അതിനകത്ത് ഒരു വശവും കാണത്തില്ല. ഇടുക്കിയിലെ കുഞ്ഞുങ്ങൾ അരിക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റ് കളിക്കും, മനസ്സിലാകുന്നവർക്കായി. ആ കാലത്തിൻ്റെ പെട്ട പുത്തനാം യെരൂശലേമിൽ എത്തുംകാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്ന വൈക്കോമിന വരുവാനുള്ള ഭൂമി, 1000 ആണ്ട് വാഴ്ച. അങ്ങനെയെങ്കിൽ ഇത് വരാൻ പോകുന്ന കൃപായുഗം കഴിയുമ്പോൾ 1 ദൈവസഭ എടുക്കപ്പെടും, 2 ഒരന്തിമ യുദ്ധമുണ്ടാകും. അതുകൊണ്ട് ആ കൃപായുഗം തീരാറായി. ഇപ്പം മറ്റൊന്നക്കാർ CSIക്കാരും പിന്നെയും കേൾക്കുന്നു, പെന്തിക്കോസ്തുകാർക്ക് ഇപ്പം കൃപയും വേണ്ട യുഗവും വേണ്ട. സന്തോഷമില്ലല്ലോ. ലൈവ് എന്തായാലും പോകുക. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കർത്താവ് ഈ തലമുറ വരും, മനസ്സിലാകുന്നവർക്കായി. അമേരിക്കയിൽ ഞാൻ പോയിട്ടില്ല, പോയ അച്ചായന്മാർ ഇവിടെ കാണും. അതിൻ്റെ കാറിൻ്റെ പുറകെ സ്റ്റിക്കർ ഒട്ടിച്ചെന്ന് ഐ ആം എ ജീസസ് ബിലീവർ. അതിൻ്റെ അർത്ഥം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നവനാ. കാറിൽ കയറുന്നവനോട് നീ രക്ഷിക്കപ്പെട്ടവനെന്ന് ചോദിച്ചാൽ കാര്യം പോയി കിട്ടും. സ്വോത്രം. ഒരു മുന്നറിയിപ്പ്, കുഞ്ഞേ, ഈ പോക്കിൽ ഞാൻ പോകുമ്പോൾ കാകളം കേട്ടാൽ ഞാൻ അങ്ങ് പോകും. അതാ ജീസസ് ബിലീവർ. മതിയാക്കിയല്ലോ. നാളെ തിരുവനന്തപുരം റെയിൽവേ തിരുവല്ലായി ചെല്ലണം. കണ്ടില്ലേ? ഇപ്പം കൊല്ലത്തുനിന്ന് എവിടത്തേക്ക് പോകുന്നു? നല്ല വണ്ടി, നിലമ്പൂർ വരെ പോകുന്ന മെമോ. അതിനകത്ത് നോക്കിയാൽ പണ്ട് ഒറ്റ പാസഞ്ചറേ ഉള്ളായിരുന്നു, അല്ല ഒറ്റ ലോക്കോ പൈലറ്റേ ഉള്ളായിരുന്നു. സ്വോത്രം. ഒരാൾ കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യും, തിരുവല്ല എല്ലാം കൂടെ കയറി നിലമ്പൂർ ചെന്ന് കട്ടൻ ചായ കുടിച്ച് തിരിച്ച് കൊല്ലത്ത് വരുമായിരുന്നു. ഇന്ന് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പാലത്തിൻ്റെ മേളിൽ നിന്ന് സൈഡിൽ നിന്ന് താഴോട്ട് നോക്കണം, പൊന്തമ്മാവെ കിളിയിരിക്കുന്ന പോലെ 2 എണ്ണം ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, മനസ്സിലാകുന്നവർക്ക് സന്തോഷമില്ലല്ലോ. ലോക്കോ വൈക്കം റോഡ് ആറ്റിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ ഓടിക്കുന്ന പൈലറ്റ് കാകളം കേട്ട് പോയി കഴിഞ്ഞാൽ 12 കമ്പാർട്ട്മെൻറ്റ് പറവും ഉപ്പുവെള്ളം കുടിച്ചോലെ താഴെ കിടക്കും, മനസ്സിലാകുന്നവർക്കായി. സദേൺ റെയിൽവേക്ക് മനസ്സിലായി, നമുക്കിതുവരെയും മനസ്സിലായില്ല. സന്തോഷമില്ലല്ലോ. നിങ്ങളെല്ലാം പ്ലെയിനിൽ യാത്ര ചെയ്തവരാ. സ്വോത്രം. എൻ്റെ ഒരു സുഹൃത്ത് പ്രസംഗം കേൾക്കുന്ന സഹോദരിയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിനടുത്ത് ഊരൂട്ടമ്പലത്തിൽ ഞാൻ ചർച്ചക്കോടിൻ്റെ പ്രസംഗത്തിന് പോയപ്പോൾ പ്ലെയിനിലെ പൈലറ്റ് പ്രസംഗം കേൾക്കാമെന്ന് കുടുംബമായിട്ട്. അവർക്കും ഭയങ്കര സന്തോഷം. അന്നേരം ഞാൻ സമാധാനത്തെ സ്നേഹത്തോട് ചോദിച്ചു, സാറേ ഇപ്പം ഏത് റൂട്ടാണ്? അപ്പോൾ പറഞ്ഞ് ആഴ്ച 2 റൂട്ടുണ്ട്. 1 തിരുവനന്തപുരം ദുബായ്, 2 തിരുവനന്തപുരം മസ്കറ്റ്. സന്തോഷമില്ലല്ലോ. പിന്നെ തിരുവല്ല നിലമ്പൂർ എന്ന് പറയുന്ന പോലെ ഞാൻ സമാനത്തിൽ ചോദിച്ച റൂട്ട്. അപ്പം ഞാൻ ചോദിച്ച എത്ര? രാവിലെ പോകും, 3 മണിക്കൂർ 45 മിനിറ്റ് മതി മാക്സിമം ദുബായിലെത്താൻ. അവിടെ ചെന്ന് 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നേരെ തിരുവനന്തപുരത്തേക്ക് ഒറ്റ ട്രിപ്പ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പൈലറ്റിൻ്റെ കാര്യമായി പറയുന്നത്, കാളവണ്ടി ഓടിക്കുന്ന തോമാച്ചാൻ്റെ കാര്യമല്ല. സ്വോത്രം. മനസ്സിലാകണം. അപ്പം ഞാൻ ചോദിച്ചു, കൂടെ ആരെങ്കിലും ഉണ്ടോ? പാസ്റ്ററെ കുഴയ്ക്കുന്ന ചോദ്യം ചോദിക്കരുത്, കൂടെ ഒരാളൂടെ ഉണ്ട്, മനസ്സിലാകുന്നവർക്കായി. എയർ ഇന്ത്യക്ക് മനസ്സിലായി. ഈ പോക്കിൽ യാത്ര ചെയ്ത് കാശ്മീരിലോ പാകിസ്ഥാൻ്റെ കടലിടുക്കിലോ കയറുമ്പോൾ കാകളം കേട്ടാൽ ഈ പെങ്കൊച്ച് ഡോറും തുറന്നു പോകും, ബാക്കിയെല്ലാം താഴെ വീഴും. സ്റ്റിയറിങ് ചാടി പിടിക്കാൻ ഒരാളെയും കൂടെ പൈലറ്റിനെ കൂടെ ശരിയാക്കി. പെന്തിക്കോസ്തുകാരാ, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. കരമുയർത്തുന്നവർക്കായി. റെയിൽവേയിൽ 2 ലോക്കോ, പ്ലെയിനകത്ത് 2 പൈലറ്റ്, കാറിൽ സ്റ്റിക്കർ. ഈ തലമുറയിൽ കർത്താവ് വരാൻ പോവാ. ലോകർക്ക് മുഴുവൻ പറയപ്പെടും ഒരു സംഭവം നടക്കാൻ പോകും, കോവിഡിൻ്റെ മറവിൽ. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ, ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഇസ്രായേൽ ഹമാസിന്റെ നെഗോഷിയേഷൻ ആര് ചെയ്യും? ആന്റി ക്രൈസ്റ്റ്. 1 അവൻ യഹൂദന് പള്ളി പണിഞ്ഞു കൊടുക്കുക, 2 യെരൂശലേം അറബികൾക്ക് വിട്ടുകൊടുക്കും. ഇവിടം തൊട്ടാ പ്രഭാഷണം, അന്ത്യകാല സംഭവം. യെരൂശലേമിന് 15 പ്രത്യേകതയുണ്ട്. എല്ലാവരും സമാധാനത്തിൽ ഇരുന്ന് കേൾക്കണം. 1 ദാവീദിന്റെ പട്ടണം, 2 3 മതങ്ങളുടെ സംഗമ ഭൂമി, ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം. 3-ാമത്തെ കാര്യം വിശുദ്ധ നാട്, ഹോളി ലാൻഡ്. 4 ഇസ്ലാം സഹോദരങ്ങളുടെ മക്ക മദീന കഴിഞ്ഞാൽ അൽ-അഖ്സ മസ്ജിദ് അവിടെ. 5 നമ്മുടെ അബ്രഹാം ഇസഹാക്കിന് യാഗപീഠത്തിൽ കടത്തിയൊരു പാറയുണ്ട് ഈ മോറിയായോട് ചേർന്ന്. ആ പാറയിൽ ഇപ്പോൾ ഇസ്ലാം സഹോദരങ്ങൾ ആരെയും നമ്മൾ വിശ്വസിക്കുന്ന കുറ്റം പറയുന്നത്, അവർ പറയുന്നത് നബി സ്വർഗാരോഹണം ചെയ്ത ഈ പാറ എന്നാണ്, അതുകൊണ്ടാണ് ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്നത്. 6-ാമത്തെ കാര്യം യേശു ക്രിസ്തുവിൻ്റെ തൈലലേപനം ഇവിടെ. 7-ാമത്തെ കാര്യം യേശു നടന്ന കിദ്രോൻ തോട് ഇവിടെ. 8 ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു ശിഷ്യന്മാർ
പുരുഷന്മാർക്ക് സമാധാനം ഇതേ യെരൂശലേമിൽ. 9 അരിമത്തെക്കാരനായ യോസഫിന്റെ കല്ലറ ഇവിടെ. 10 യേശുവിൻ്റെ അമ്മച്ചി മറിയാമ്മച്ചിയുടെ കല്ലറ ഇവിടെ യഹൂദൻ. 11 ലോകത്തിൽ 60 പ്രാവശ്യം യുദ്ധമുണ്ടായ സ്ഥലമായി യെരൂശലേം. 12 40 പ്രാവശ്യം ജനം ഓടിപ്പോയി. 13 23 പ്രാവശ്യം മുറിവേറ്റു. 14 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജിയെ പോലെ യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു ചെറുപ്പക്കാരനുണ്ട്, അവൻ്റെ പേര് തിയോഡർ ഹെർസൽ. അവൻ്റെ കല്ലറ ഇതേ ജെറുസലേമിൽ. 15ാമത്തെ സംഭവം ഇന്നത്തെ വിലാപം അതിലും കിഴക്കേ വാതിലും യെരൂശലേമിൽ. ഈ വിഷയം ഒത്തുതീർപ്പാക്കാൻ ട്രംപിനും കഴിയത്തില്ല, കെമ്പിനും കഴിയത്തില്ല, മോഡി സാറിനും കഴിയത്തില്ല. ഒരുവൻ എഴുന്നേറ്റ് വരും, അവൻ അടുക്ക വാതിൽക്കൽ. അവൻ വന്നാൽ ജാതികൾക്ക് യെരൂശലേം വിട്ടുകൊടുക്കും. അവിടെ ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന സംഭവമാ ഇന്ന് രാത്രി. ഇനി കുഞ്ഞുങ്ങൾ വായിക്കണം, ബൈബിൾ തുറക്കണം. അന്ത്യകാല സംഭവം, ലേറ്റസ്റ്റ് മെസ്സേജ് ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് 11 1 2 3 വാക്യങ്ങൾ എടുത്താട്ട് കുഞ്ഞ്. വെളിപ്പാട് 11 1 2 3 വാക്യങ്ങൾ വായിക്കാം മക്കളെ. പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ കയ്യിൽ കിട്ടി. ദണ്ഡെന്ന് പറയുന്നത് ഒരു അധികാരം എതിർ ക്രിസ്തുവിന്റെ കിട്ടിയെന്ന. അധ്യായം 4 കഴിഞ്ഞാൽ സഭ ഇവിടില്ല. അതുകൊണ്ട് അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ എന്നോട് സംസാരിച്ച കാകളനാഥ് ഇവിടെ കയറി. അടുത്ത വായിച്ചാട്ട് മനെ. കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അതായി യഹൂദൻ ഇത് അളന്നങ്ങ് കൊടുക്കും. ബാക്കി പുറത്തുള്ള സ്ഥലമാ കിഴക്കൻ ജെറുസലേം. ആര് കൊണ്ടു? വായിച്ചാട്ട് മനെ. പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക്. അതാർക്ക്? യഹൂദനല്ല. വായിച്ചോമനെ. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി. ഇതാ ഇസ്രായേൽ ഹമാസ് അവസാനം ചെല്ലാൻ പോകുന്ന സ്തോത്രം. യഹൂദന് പള്ളിയും കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ കിഴക്കൻ ജെറുസലേം അറബിലേനും കൊടുക്കും. മക്കളെ, ഇത് ഇവിടെ തുടങ്ങിയ വിഷയമല്ല. ഇത് തുടങ്ങിയത് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന്, അബ്രാച്ചാൻ്റെ വീട്ടിൽ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങിയത്. ആരാ? 1 ഇസഹാക്കും ഇസ്മായേലും. 2 ഒരമ്മയുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അമ്മമാരായിരുന്നു യാക്കോബും ഏശാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു സെമി ഫൈനൽ നടന്നായിരുന്നു, ഏലാ താഴ്വര. അതിൻ്റെ പേരാ ഗോലിയാത്തും ദാവീദും. ഇതൊക്കെ ആര് പഠിക്കുന്നു? സന്തോഷമില്ലല്ലോ. പണ്ട് നമ്മുടെ കോടകുളഞ്ഞി മലയിൽ നിന്നിട്ടല്ലയോ ഫെലിസ്തീനായ ആരാ ഗോലിയാത്ത് എല്ലാവരെയും വെല്ലുവിളിക്കോ, നിങ്ങളെല്ലാം റെഡിയാക്കും, 40 ദിവസമായിട്ട് നിൽക്കുക. അപ്പോഴുണ്ട് മഞ്ഞാടി LP സ്കൂളിൽ പഠിക്കുന്ന ദാവീദ് 4 കല്ലും ഒരു കവണയായിട്ട് നടന്നു പോകുന്നു ചെങ്ങന്നൂരേക്ക്. കണ്ടവരെല്ലാം ചോദിച്ചു, തിരുമൂലപുരത്തുകാരും അവരെല്ലാം പ്രാവും കൂടുകാരും ഒക്കെ നീ എങ്ക പോകത്? അപ്പം ദാവീദ് പറഞ്ഞു, മനിതനെ നീ കവലപ്പെടാതെ ഇപ്പം വരാമെന്ന്. മനസ്സിലാക്കുന്നവർക്കായി 4ാം ക്ലാസ്സുകാർ LP കോടകുളിഞ്ഞി ചെന്നു. മലയാളം. അവിടെ ചെന്നപ്പോൾ ദാവീദ് വന്ന് ഒരു പീറ പയ്യനെ പോലെ ഗോലിയാത്ത് സംസാരിച്ചു, നീ എങ്ങനെ വരുവത്? ഉടനെ ദാവീദിന് പറഞ്ഞെന്തോ, നീ നിന്റെ ദേവന്മാരുടെ നാമത്തിൽ വരുന്നു, ഞാൻ സർവശക്തനായ യഹോവയുടെ നാമത്തിൽ വരുന്നു. മനസ്സിലാകുന്നവർക്കായി അന്നത്തെ കാലം മല്ലനായ ഗോലിയാത്തിന് 4ാം ക്ലാസ്സിൽ മഞ്ഞാടി LP പഠിക്കുന്ന ദാവീദ് വീഴ്ത്തിയെങ്കിൽ ഇന്നത്തെ യഹൂദന്റെ സ്ഥിതി എന്ത്? സംഭവം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏലാ താഴ്വരയിൽ അടി കഴിഞ്ഞു. ഇനി നടക്കുന്നത് യഹോശാഫാത്ത് താഴ്വര. അത് പ്രസംഗിക്കണേ 5 ദിവസം വേണം. അതിൻ്റെ പേരാ 3ാം ലോകമഹായുദ്ധം. അത് കഴിയുമ്പോൾ ആന്റിക്രൈസ്റ്റ് എഴുന്നേറ്റ് വരും. യഹൂദനാലയം കുഞ്ഞു വായിച്ചതുപോലെ പുറത്തെ സ്ഥലം ജാതികൾക്ക് വിട്ടുകൊടുക്കും. ഇനി വായിക്കാം. ജാതികൾ എത്ര നാൾ അവിടെ ചവിട്ടും? ദൈവസഭ എടുക്കപ്പെട്ടാൽ 3.5 വർഷം. വായിച്ചാട്ട് മനെ അടുത്ത വാക്ക് വായിക്കാം. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. കറക്റ്റ് 3.5 വർഷം ആയോ? ഇന്ന് കേരളത്തിൽ പല പെന്തിക്കോസുകാരും പറയുന്നത് കർത്താവ് വന്നിട്ട് പോയാൽ പിന്നെ ഇവിടെ ഒന്നുമില്ലെന്ന്. പിന്നെ എന്തിനാ പ്രസംഗിക്കുന്നത്? നല്ല പെന്തിക്കോസുകാർ വെളിപ്പാട് ഇതുവരെയും വായിച്ചിട്ടില്ല. കർത്താവ് വരുന്നത് തൻ്റെ സഭയെ ചേർക്കാൻ രഹസ്യ വരവാ. അതിനുശേഷം ഇന്ത്യയും കാണും, പാകിസ്ഥാനും കാണും, എല്ലാം കാണും. മനസ്സിലാകുന്നവർക്കായി 3ാം ലോകമഹായുദ്ധത്തോടെല്ലാം തീരത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ വായിക്കുന്ന 42 മാസം എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ജാതികൾ യെരൂശലേം ചവിട്ടുമെന്ന് വായിക്കാം. അന്നൊരു സംഭവം നടക്കും. അതാ ഇപ്പം ഈ 5G നെറ്റ് എലോൺ മസ്കിനെയൊക്കെ ഇപ്പം കൊണ്ടുതരാം. വായിക്കാം. അടുത്ത ഭാഗം വായിച്ചിട്ട്. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടെടുത്ത് 1250 ദിവസം മതി മക്കളെ. ഇനി ഞാൻ 5 പറയുമ്പോൾ വായിച്ചാൽ മതി. 2 സാക്ഷികളെ അയക്കും. രട്ടെടുത്തുകൊണ്ട് ഇസ്രയേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി യഹൂദൻ ഒരു ചാൻസ് കൂടെ കൊടുക്കും. എന്താ സംഭവം എന്നറിയോ? അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ? ഇല്ല. അങ്ങനെ ഒരു ചാൻസ് കൊടുക്കും. അപ്പോൾ കേരളത്തിലുള്ള അച്ചായന്മാർ വിചാരിക്കാം ഞങ്ങൾക്കും ചാൻസ് കിട്ടുമെന്ന്. കിട്ടത്തില്ല. യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി 2
2 സാക്ഷികൾ വരും, അവിടെ നിൽക്കണം. മനസ്സിലാകുന്നവർക്കായി. എന്താ യഹൂദൻ്റെ രക്ഷ? നമ്മുടെ പിന്നെ ഇവിടെ അച്ചായനിരിപ്പുണ്ട്, ഇവിടെ പാസ്റ്റിരിക്കുന്നു. പണ്ടത്തെ കാലത്ത് SSLC ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്നല്ലയോ മൊത്തം A+, എല്ലാത്തിനും എഴുതിയവനും എഴുതാത്തവനും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടവനും A+. മനസ്സിലാകുന്നവർക്കായി. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എല്ലാത്തിനും A+. അഡ്മിഷനും ഇല്ല. സോദരം, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ക്ലിയർ ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 600 മാർക്ക് കറക്റ്റായിട്ട് വേണം. ഓരോരുത്തരും 50 മാർക്ക് വെച്ചാൽ 12 വിഷയം മറ്റം കണ്ട അന്നത്തെ എനിക്ക് എൻ്റെ ഓർമ്മ നല്ല മാർക്ക് ഞാൻ മേടിച്ചുകൊണ്ട്. അന്നേരം നമ്മുടെ തിരുവല്ലായി മർത്തമ സ്കൂളിൽ സ്കൂട്ടറിന് നടത്തുക. ഒരു കുഞ്ഞച്ചൻ 204 മാർക്കുണ്ട്. 6 കൂടെ ഇട്ട് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും. ഉടനെ മാർക്ക് നോക്കിയ സാറ് വന്ന് സ്കൂട്ടണിയുടെ അടുത്തേക്കും, സാറേ 6 കൂടെ ഇട്ടാൽ കുഞ്ഞച്ച അക്കര കയറും. അന്ന് സ്കൂട്ടണി ഭാര്യയായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. അതുകൊണ്ട് പറയാം, കുഞ്ഞച്ച ഇവിടെ കിടന്ന് കൈകാലിട്ട് അടിക്കാതെ 6 കൂടെ ഇട്ടവനെ ജയിപ്പിച്ചേരെ. മനസ്സിലാക്കുന്നവർക്കായി. അങ്ങനെ 210 നേടി പലരും ജയിച്ചത്. അതുകൊണ്ടാണ് ഇന്നിത് പറയുന്നത്. യഹൂദൻ ഒരു ഗ്രേസ് മാർക്ക് കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ? നമുക്ക് വേണ്ടിയല്ല. 2 സാക്ഷികൾ. അവരാരായിരിക്കും? മലയാളം 11-ാം അധ്യായം. കറക്റ്റ് ആയിരിക്കണം ബൈബിൾ. 11:6 മുതൽ വായിച്ചെന്നെ സഹായിക്കണം. എല്ലാവരും ഈ വാക്യം കേൾക്കണം. കുമ്പനാട്ട് പോയാലും, പാസ്റ്റർ ഇവിടെ ഇരിക്കുന്ന തിരുവല്ല സ്റ്റേഡിയത്തിൽ പോയാലും, ഷാരോന്റെ കൺവെൻഷനിൽ പോലും ഒരു മണ്ണാങ്കട്ട നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. സ്വോത്രം. അവരാരും വെളിപ്പാടും എടുക്കത്തില്ല. അവരുടെ വെളിപാടും പോയി. സ്വോത്രം. അതൊക്കെ പോയി. ഒറ്റ കാര്യം പറയത്തില്ല. ഇപ്പോഴും കൺവെൻഷനിൽ അവറാച്ച മലയെ പോയിക്കൊണ്ടിരിക്കുക. മലയല്ല അവിടെ അടിച്ച് കമാസുമായിട്ട് തകർന്നു കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ മലയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. എടുത്തോ, വായിച്ചോ. 11:6, 7, 8, 9, 10, 11, 12 വായിക്കാം. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാ. അപ്പൊ ഒരാൾ ഏലിയാവ. മനസ്സിലാകുന്നവർക്കായി. ആഗാബ് രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞില്ലേ, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മലയും ഉണ്ടാകത്തില്ല. അപ്പൊ ഏലിയാവ് ഏലീശായും സെൻട്രൽ പാസ്റ്റും അസോസിയേറ്റ് പാസ്റ്റും രണ്ടുപേരുടെ യോർദാനിൽ അക്കരയോട്ട് പോയി. ബാക്കി കേട്ടാട്ടെ. ആ സമയത്ത് ഏലിയാവ് പദപ്പെടുത്തടിച്ച് യോർദാൻ വിഭജിച്ചു. അക്കരെ ചെന്നപ്പോൾ ഏലീശയ്ക്ക് പിടികിട്ടി, സെൻട്രപ്പച്ചനെ ഇന്ന് കൊണ്ടുപോകും. മനസ്സിലാകുന്നവർക്കായി. സ്വർഗം സംസാരിച്ചു. ഏലിയാവിനെ കൊണ്ടുപോകാൻ പോവാ. അസോസിയേറ്റിനോട് ചോദിച്ചു, എന്തോ വേണം? ഞാനാന്നേ പറഞ്ഞ ബൈബിൾ കോളേജ് വേണം, അപ്പച്ചൻ്റെ ഇനോവ വേണം, 50 സഭയുടെയും ചുമതലയും വേണം. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. 5000 ഇന്ത നേരമേ കൊണ്ടുപോത്. അപ്പോൾ ചെറിയ ഊഴിയക്കാരൻ പറഞ്ഞു, സ്വർഗത്തോട് പറഞ്ഞു, 5000 കൊണ്ടുപോയത് പറവയില്ലേ, എനിക്കൊരു കാര്യം ചെയ്യണം. 40 സഭ മെനഞ്ഞിരിക്കുന്നത്, ഒരു 80 സഭയെ വേണ്ടിയിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി. 4000 പേരെ സ്നാനപ്പെടുത്തിയിരിക്കുന്നത്, എനിക്കൊരു 6000 പേരെ സ്നാനപ്പെടുത്തണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഏലീശ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? 3000 യോഗത്തിലെ ഊഴിയെ പ്രസംഗിച്ചിരിക്കുന്നത്, എനിക്കൊരു 5000 യോഗത്തിൽ പ്രസംഗിക്കണം. ഇരട്ടി അഭിഷേകം. ഞങ്ങളാന്ന് അപ്പം ചാവുന്നതിന് വിട്ട് എങ്ങനെയെങ്കിലും കള്ളരേഖ എടുത്ത് അവകാശം അടിക്കാതിരിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരുന്നപ്പോൾ ഏലിയാവിനെ എതിരേക്കാൻ സ്വർഗത്തിൽ നിന്ന് രഥം ഇറങ്ങി വന്നു. രഥത്തിൽ മാത്രമല്ല, അതിൻ്റെ പുറകെ ചുഴലിക്കാറ്റും അടിച്ചു. ആ കാറ്റല്ലയോ കഴിഞ്ഞ 10 വർഷമായി പ്രായപ്പെട്ട അച്ചായന്മാർ വിടിപ്പുണ്ട്. 2015 തൊട്ടല്ലയോ എത്ര കാറ്റായപ്പോൾ അടിക്കുന്നത്. റീത്ത, കത്രീന, വിൽമ, ഗാർബി, ഓർമ്മ, മാത്യു, ലോറൻസ്, മക, ബുൾബുൾ, മേഘ്നു, സാഗർ, ബുരേബി, ടൗട്ടെ. കഴിഞ്ഞ ആഴ്ച ചർച്ചിലെ കൊച്ചിൻ്റെ പേരിട്ടു, ബിപിൻ ജോയ്. പണ്ട് അപ്പച്ചൻ പേരിടുന്നതല്ല കാറ്റ്. അന്നമ്മ, ചിന്നമ്മ, മറിയമ്മ, ശോശമ്മ, കുഞ്ഞമ്മ. അതുപോലെ കാറ്റടിക്കുന്നു. കഴിഞ്ഞ കാല് നിങ്ങൾ പത്തനംതിട്ടക്കാർ കോന്നി. ഈ അടുത്ത ദിവസം അട്ടച്ചാക്കൽ പെരുങ്കാറ്റ്. പാസ്റ്റർ കോയമ്പത്തൂർ വന്ന് എൻ്റെ നാൽകളിലെ അരുമയാണ് പൂയൽ. പാലക്കാട് ഒരു ചേച്ചി നിന്നപ്പോൾ ഒറ്റപ്പോ കേലിയാവ് പോയല്ലോ, പിന്നെ താഴെ വീണ്. മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. ഇതൊക്കെ TV കാണല്ല. കർത്തമുത്തും ചന്ദനവരെയും കണ്ടോണ്ടിരിക്കും. കർത്താവിൻ്റെ വരവ് നിന്റെ മുഖം കറുത്തു. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി. ഇവരൊക്കെ ആരാന്ന് നാളെ പോരുന്നാൽ മതി. ഞാൻ സിറ്റിക്കകത്താ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞമ്മ ചട്ടിയെടുത്ത് LED TV എറിയും. സ്വോത്രം. അതൊക്കെ കാണാൻ നല്ല ഇതുപോലുള്ള വാർത്ത കാണും. പാലക്കാട് കാറ്റടിക്കുന്നു, സകല സ്ഥലത്തും കാറ്റടിക്കുന്നു. മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമാ. ഏലിയാവിനെ ചുഴറ്റി കൊണ്ടുപോയാൽ എത്ര രാത്രി നിന്നാ സയൻസ് കേട്ടാൽ നിങ്ങൾ വെള്ളം കുടിക്കാതെ നോട്ട് എഴുതിക്കൊണ്ടു. അങ്ങനെ ഒരു കാലം വരുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് ഏലിയാവ മരണം കണ്ടിട്ടില്ല. രണ്ടാമതൊരു സാക്ഷി. 2 പേര്. ഒന്നുകിൽ ഇന്ന് ഈ ബൈബിൾ സമൂഹം പഠിക്കുന്നവർ പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, പിന്നെ കണ്ടില്ല. ഒരു പക്ഷേ ഹാനോക്കാവാം, മിണ്ടുന്നില്ല. ചിലർ പറയുന്നു മോശയാണ്. പക്ഷേ നമുക്ക് അത്രത്തോളം അംഗീകരിക്കാൻ പറ്റത്തില്ല. മോശ മരിച്ച് അടക്കപ്പെട്ടവനാ. അതിൻ്റെ പ്രത്യേകത
എല്ലാവരും കേൾക്കണം. ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ പാളയത്തിൽ നിന്നിറങ്ങി ആഴമേറിയ ചെങ്കടൽ രഫദീമിലെത്തിയപ്പോൾ ജനം പെറുപെറുത്തു. ഇന്ന് എല്ലായിടത്തും പെറുപെറുപ്പുണ്ടല്ലോ. മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ദൈവം മോശയോട് പറഞ്ഞത് നീ പാറയോട് കൽപ്പിക്കാനാ. എല്ലാവരും വചനം കേൾക്കണം, അതുകൊണ്ടാണ് താഴ്മയോട്. പക്ഷേ ജനത്തിൻ്റെ പെറുപെറുപ്പ്, നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന പോലെ മോശ പാറയ്ക്ക് ഒറ്റയടിയും കൊടുത്തു. സ്വോത്രം. ആ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത്. ആ ആത്മീയ പാറയിലോ നമ്മ വഴി നടത്ത ക്രിസ്തുവാകുന്ന പാറ. യവനെന്നെ അക്കരെ നാട് കാണിക്കണം. അതുകൊണ്ട് സ്വർഗം വിചാരിച്ചു പിസ്കാ കൊടുമുടി കോടകുളഞ്ഞി കൊണ്ടുവന്നിട്ട് ചെങ്ങന്നൂർ, തിരുവല്ല, ബുധന്നൂർ, പുലിയൂരെല്ലാം കാണിച്ചതുപോലെ മോശയെ കൊണ്ടുവന്നു. സ്വോത്രം. പിസ്കാ കൊടുമുടിയിൽ മോശ മരിച്ചു. ബേത്പെരിയോറിന്റെ താഴെയിൽ അവനെ അടക്കി. ഇന്ന് വരെ മോശയുടെ കല്ലറ ആരും കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ പറയും ഞങ്ങളുടെ മോശപ്പച്ചനാന്ന് പറയും. മുസ്ലിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറയും മൂസാ നബിയാന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതോടുകൂടി അടി അവിടെ വീഴുമെന്ന് അറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മോശ ആരാ? 40 വർഷം സ്വോത്രം ഇസ്രയേൽ പാളത്ത് നടത്തിയതാണ്. യവൻ്റെ ഡെഡ് ബോഡി എങ്ങാണ് പാളയത്തിൽ കൊടുത്തിരുന്നത്, ഇവിടുന്ന് കുരിശുമല വരെ കപ്പേളയും കുരിശടി അടിച്ചേനെ. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് സ്വർഗത്തിനിത് നേരെ അറിയാം. അതുകൊണ്ട് അവൻ പറഞ്ഞ അവൻ്റെ മഹത്വം വിട്ടുകൊടുക്കയില്ല. ആരാധനയ്ക്ക് യോഗ്യ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, സ്തുതിക്ക് യോഗ്യ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, പുകഴ്ചയ്ക്ക് യോഗ്യ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അപ്പൊ മോശയെ തള്ളിയോ? മോശയുടെ ശവശരീരത്തിന് പിശാച് വന്ന് ബാധിച്ചെന്നാ പറഞ്ഞത്. ഇതവൻ ദൈവയോഗ്യനല്ലെന്ന്. ഉടനെ മീക്കായിൽ വടിയെടുത്ത് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ എന്താ മോശയെ തള്ളിയോ? മറുരൂപമല, മരണാനന്തര ജീവിതം. എല്ലാവരും കേൾക്കണം. ചിലർ പറയുന്ന മരണത്തോടു കൂടിയ ഒന്നുമില്ലെന്ന്. സ്വോത്രം. മരണം കഴിഞ്ഞിട്ടാകുഞ്ഞ യഥാർത്ഥ ജീവിതം കൊടുക്കുന്നത്. ഇപ്പം സീരിയൽ നടക്കുന്നതേ ഉള്ളൂ. സ്വോത്രം. ബാക്കി മെഗാ പുറേ വരുന്നതേ ഉള്ളൂ. സ്വോത്രം. മറുരൂപമല കേട്ടോണം. അവിടെ യേശു ശിഷ്യന്മാരും അവിടെ പോയി കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പേർ മിന്നി വിളങ്ങി. 1 മോശ, 2 ഏലിയാവ്. ഇതാ മരണാനന്തര ജീവിതം. ശിഷ്യന്മാർ ചോദിച്ചില്ലേ, യേശുവേ 3 കുടിൽ ഞങ്ങൾ ഉണ്ടാകട്ടെ, 1 നിനക്കും 1 മോശയ്ക്കും 1 ഏലിയാവിനും. മരണാനന്തര ജീവിതം. മരിച്ചടക്കപ്പെട്ടവനും അക്കരെ നാട്ടിൽ, മരണം കാണാതെ എടുക്കപ്പെട്ടവനും അക്കരെ നാട്ടിൽ. ഇതാ ബൈബിൾ. മറുരൂപമല. അല്ല കാര്യമില്ല, പ്രസംഗിക്കല്ല. അങ്ങനെയെങ്കിൽ ഞാൻ ആരെയും വിമർശിക്കത്തില്ല. ഹാനോക്കാകട്ടെ, ഒരുപക്ഷെ ഏലിയാവ് ക്ലിയറാ, ഏലിയാവ് ഉറപ്പായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് മോശ. ഞാൻ പറയുന്നു ബൈബിളിൽ ഒരു കാര്യം കൂടെ വ്യക്തമാ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. സ്വോത്രം. അതുകൊണ്ട് ഇത് ഏതാണ് ക്ലിയർ എന്ന് ഇതുവരെ നമുക്കറിയത്തില്ല. മോശയുടെ കാലത്ത് ബാധരക്തമുണ്ടായി. അതുകൊണ്ടാണ് ചില ബൈബിൾ പ്രഭാഷകർ പറയുന്നത് അങ്ങനെ 2 പേർ, ഏതായാലും 2 പേര് വരും. 1 ഏലിയാവായിരിക്കും. ഞാൻ ആരോടും തർക്കിക്കാനില്ല. മോശയാകട്ടെ ഹാനോക്കാകട്ടെ വരും. അവർ ഇസ്രയേലിൻ്റെ വിടുതലിന് വേണ്ടി അവർ പ്രവചിക്കും. വായിക്കാം അടുത്ത വാക്ക്. മുൻ വായിച്ചാട്ടെ അടുത്ത വാക്ക്. ബൈബിൾ കൂടെ എടുക്കണം. വായിക്കാം. വെള്ളത്തെ രക്തമാക്കുവാനും. ഇതാ ബാധ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ തോംസൺ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചിക്കൻ കാലും ആപ്പിൾ ജ്യൂസും ഒന്നും കിട്ടത്തില്ലെന്ന്. വായിച്ചോ മോളെ, ഇതെല്ലാം ഇവിടെ വരാൻ പോകും. അടുത്തത് വായിക്കുമ്പോഴേക്കും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അടുത്തത് അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. ഈ ഭാഗം എല്ലാവരും കേൾക്കണം. അവര് വന്ന് നമ്മുടെ സാക്ഷിയല്ല, യഹൂദന്റെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന എതിർ ക്രിസ്തു. വായിച്ചാട്ടെ. അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ഇതാ കിടക്കുന്ന ഇവരെ 2 പേരെ കൊന്നുകളയും. ഇതാ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. ഇവരാദ്യം അവിടെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഇവരടുത്ത് ആരും വരത്തില്ല. ഇവർ വാ തുറന്നാൽ നല്ല തീ ഇറങ്ങും. അതുകൊണ്ടാണ് തുറക്കാത്തത്. ഇവരെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് വരുന്ന മൃഗം അതിനെ എന്തോ ചെയ്യുമെന്നറിയാമോ? സ്തോത്രം. അവര് 2 പേരെയും വെട്ടിക്കൊല്ലും. ഇവിടെ 9G ഇന്റർനെറ്റ്. ഇവിടെ തൊട്ട് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ഈ മൊബൈലിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി. അടുത്ത വാക്ക് വായിക്കാം മോളെ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രൈമെന്നുള്ള പേരുള്ളതുമായ മഹാനഗരത്തിൽ വീതിയിൽ അവരുടെ ശവം കിടക്കും. അവിടെ നിൽക്കട്ടെ, ഓടരുത്. നല്ല സമാനത്തിൽ കർത്താവ് എവിടാ ക്രൂശിക്കപ്പെട്ടത്? ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, കാൽവറി മലയിൽ പരമയാഗമായി. ബൈബിൾ കൂടെ വച്ചിരിക്കണം. ആ കാൽവറി മല അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഇന്ന് സോദോമായി. അർത്ഥം ഇന്ന് സ്വവർഗ ലെസ്ബിയൻ ഗൈ ഇവരുടെ സെൻട്രൽ സിറ്റിയാ ടെൽ അവീവ്, ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്കായി ഞാൻ പച്ചയ്ക്ക് പറയാ. മോന് ലൈവ് കൊടുത്താട്ടെ. 2017
ഏറ്റവും ലോകം ഞെട്ടിക്കുന്ന ഇസ്രയേലിലെ ഗൈ ലെസ്ബിയൻ പരേഡ്. 7 നിറമുള്ള കൊടി കൊണ്ട് ഞങ്ങൾക്ക് വിവാഹം വേണ്ട. അങ്ങനെ ഇറങ്ങിയ ആദ്യത്തെ നഗരമാ ദൈവത്തിൻ്റെ സ്വന്തം നാട്. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ 2023 പറയാൻ സന്തോഷമില്ല, അവരെ ഈ ഒക്ടോബർ 7 മുമ്പിട്ട് വീണ്ടും അവിടെ നിങ്ങളുടെ മൊബൈലിൽ ഇന്ന് അടിച്ചിട്ട് എന്നെ കുറ്റം പറയരുത്, ഇസ്രായേൽ ഗൈ ലെസ്ബിയൻ പരേഡ് കാണിച്ചാൽ മതി. എല്ലാവരും പറയുന്ന വിശുദ്ധ നാടെന്നാ. അവിടെ വിശുദ്ധ നാടൊന്നുമല്ല. 671 സ്റ്റാർ ഹോട്ടലുണ്ടെന്നു. സന്തോഷമില്ലല്ലോ. തിരുവല്ലായി 4 എണ്ണയുള്ള കള്ളു കുടിക്കാൻ. സ്വോത്രം. ഇസ്രായേലിൽ 673 എണ്ണ, ഒരെണ്ണം വീട്ടിൽ കയറത്തില്ല. സ്വോത്രം. ഈ ഹമാസ് ആക്രമിച്ചപ്പോഴേ ഇത്രയും പേര് മരിക്കാൻ കാലം അഷ്കലോണ്ട് ഇപ്പുറത്തൊരു നദിയുടെ വൈകിട്ട് മേളയാ. ഇന്ന് DJ പാർട്ടി അല്ലയോ? സന്തോഷമില്ലല്ലോ. ക്രിസ്ത്യാനിയുടെ മക്കളും വീട്ടിൽ പ്രാർത്ഥനയില്ല, അവൻ DJക്ക് പോവുക. സ്വോത്രം. അപ്പാച്ചിയുടെ കണക്ക് മുടിയും വളർത്തി കാട്ടുപ്രായിയുടെ കണക്ക് DJ പാടാൻ പോകുന്നതിനെ എല്ലാം ദൈവം ഒതുക്കും. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. സ്വോത്രം. ഇത് യഹൂദന്മാരുടെ സ്ഥലമാണ്. സ്വോത്രം. കൊള്ളാം. ബാക്കി ഞാൻ മിണ്ടുന്നില്ല. ഇപ്പം തന്നെ സാറിന് നെഞ്ചുവേദന വന്നുകൊണ്ടിരിക്കുക. എന്തായാലും മൈക്ക് പേടിക്കത്തില്ല. ഞാൻ ഇച്ചിരി ദൂരം വിട്ടിരിക്കുക, ചിലപ്പോൾ ഉടുപ്പെ പിടിക്കാൻ സാധ്യതയുണ്ട്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എല്ലാം ക്രിസ്ത്യാനിയുടെ മക്കളെല്ലാം പോ DJ നീ ചെല്ലതിൻ്റെ DJ നിന്നെ ദൈവം ശരിയാക്കും. മനസ്സിലാകുന്നവർക്കായി. യഹൂദൻ കടന്ന് DJ കളിച്ചപ്പോഴാ ഹമാസിൻ്റെ പോരാളികൾ എല്ലാവരും കേൾക്കണം, നദിക്കര ഡാൻസ് ചെയ്ത് 600 എണ്ണത്തിനെ പച്ചയ്ക്ക് കുത്തിക്കൊന്നത്. സ്വോത്രം. അതിൽ പാടിക്കൊണ്ടിരുന്ന പെങ്കൊച്ചിനെയാ വലിച്ചടച്ച് ജീപ്പിന്റെ പുറകെ കെട്ടിയിട്ട് റോഡിൽ കൂടെ കൊണ്ടുപോയത് ഹമാസ്. അതുകൊണ്ട് ഒക്ടോബർ 7 സിംചത്തോറ് സൂക്കോത്ത് പെരുന്നാളിൽ ഇത്രയും മരണം വന്നത്. മലയാളം പെന്തിക്കോസുകാരും കേട്ടോ, CSIക്കാരും കേട്ടോ, യഹോവയെ മറക്കുന്നവരെ ഈ ഓർത്തുകൊള്ളുവേൻ. വിശ്വസിക്കുന്നവർക്കായി അവൻ നിന്നെ കീറിക്കളയും, ആരും വിടുവിപ്പാൻ ഉണ്ടാകത്തില്ല. പാലും തേനും എടുക്കുന്ന കനാൻ ദേശം നിന്റെ കൈ കാശും തന്ന് ഒന്നുമില്ലാതിരുന്നു. ഇപ്പം ഇഷ്ടം പോലെ കാശായപ്പോൾ 671 കള്ളുണ്ടാക്കുന്ന കള്ളു ഹോട്ടലുകളാ, ബാർ ഹോട്ടലുകളാ ടെല്ലവീവി കിടക്കുന്നത്. രാത്രി DJ പാർട്ടി. അതിൻ്റെ ഒരടയാളമാണ് ഒക്ടോബർ 7 ഹമാസ് കയറി 600 പേരെ കടൽക്കരയിൽ നിന്നവരെ പച്ചയ്ക്ക് വെട്ടിയും കുത്തിയും വെടിവെച്ചും കൊന്നു. അത് ഈ പാടിയ പെണ്ണിനെ ഇന്ന് മൊബൈലിൽ കിടപ്പുണ്ട്. ജീപ്പിൻ്റെ പുറകെ കെട്ടി വലിച്ചുകൊണ്ട് റോഡിൽ കൂടെ കൊണ്ടുപോയി. സ്വോത്രം. നീ അടി മേടിക്കും. അതാ പറഞ്ഞ് ഇസ്രായേലേ, നീ കരയുന്ന കാലം വരാറായി. അതുകൊണ്ട് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതുമായ കാൽവറി മല ഇന്നെവിടെ? സോദോമായി സ്വവർഗ വിഭാഗം. ഇവിടെ ആ 9G അവരുടെ ശവം. വായിച്ചാട്ടെ അടുത്ത വാക്ക് മോളെ, ക്ലിയർ വായിക്കണം. എല്ലാവരും കേട്ടാട്ടെ. മൈക്ക് അടുപ്പിച്ച് പിടിച്ച് വായിച്ചു. സന്തോഷമായിട്ട് വായിച്ചു. സകല വംശക്കാരും, ഈ ഭാഗം ഒന്ന് നോട്ടണം. സകല വംശക്കാരും, ഗോത്രക്കാരും, ഭാഷക്കാരും, ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അപ്പം തിരുവല്ലായിൽ നിന്ന് 7200 കിലോമീറ്റർ മറ്റും വരും ഇസ്രയേൽ. 7200 കിലോമീറ്റർ ഇസ്രയേലിൽ കിടക്കുന്ന ശവം തിരുവല്ലയിലെ കുഞ്ഞമ്മാമ എങ്ങനെ കാണും? സന്തോഷമില്ലല്ലോ. അതിനാസ്പദമായി ഒരു വല വരും. ഏത് വല? മഞ്ഞാടിയിലെ കുഞ്ഞമ്മാമ കിണറ്റിയിടുന്ന വലയല്ല, അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. യെരുശലേമിൽ കിടക്കുന്ന എന്തുവാ ബൈബിള്? നിങ്ങൾ ഇവിടുത്തെ എല്ലാ നേതാക്കളും പോലീസുകാരും എല്ലാം ഇങ്ങനെയുള്ള പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. അവർക്ക് ഉറക്കമില്ല. സന്തോഷമില്ലല്ലോ. CPMൻ്റെ സെക്രട്ടറി ചടയൻ ഗോവിന്ദ സഖാവിൻ്റെ സെക്രട്ടറി നല്ലൊരു കത്തോലിക്ക സഭക്കാരനാണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിയും, പാസ്റ്റേ പുതിയതൊന്നും വിടുന്നില്ലയോ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലല്ലേ ഈ പരിപാടി ഇരിക്കുന്ന, ആ പിള്ളേരെപ്പോഴെങ്കിലും വിട്ടോളൂ. സന്തോഷമില്ലല്ലോ. പുള്ളിയും പറയുന്നു, ഒന്ന് കേട്ടിട്ടാ ഒന്ന് സമാനമായിട്ട് കിടന്നുറങ്ങുന്നതിന്. നമ്മൾ കേൾക്കത്തില്ല. നമ്മൾ കൊച്ചു പീടി അടിച്ചുകൊണ്ടിരിക്കും. നീ മനസ്സിലാക്കി സ്വോത്രം. എല്ലാവരും അങ്ങനെ. എത്ര പോലീസുകാർ, എത്ര ഉദ്യോഗസ്ഥർ. ഇന്ന് ഞങ്ങൾ ആ കാര്യം ബിനുബ്രദറിനോട് പറഞ്ഞു. എത്രയോ പേര് സ്വോത്രം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. അവർക്കറിയാം ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ആ വലയ ഇൻ്റർനെറ്റ്. ഇപ്പോൾ 5G ആയതേ ഉള്ളൂ തിരുവല്ല. ലോകം എത്ര രാജ്യമുണ്ട്? 262 രാജ്യം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 7 ഭൂഖണ്ഡം. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഈ 7 ഭൂഖണ്ഡങ്ങളിലും 262 രാഷ്ട്രങ്ങളിലും കൈവിടപ്പെട്ട ഒരിത് കാണണമെങ്കിൽ ഇവിടെ ഒരു വല വരണം. മഞ്ഞാടിയിലെ കുഞ്ഞമ്മാമ കിണറ്റിയിടുന്ന പ്ലാസ്റ്റിക് വലയല്ല, അവൻ്റെ പേര് നെറ്റ്. മനസ്സിലാകുന്നവർക്കായി ഇന്നത്തെ വലയുടെ പ്രത്യേകത ദാണ്ട്. എലോൺ മസ്ക് യഹൂദൻ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ പുറകെ പറയുമ്പോഴേ ഇന്ന് നിർത്തത്തോള്. ഇന്ന് 2 ടെലികോം കമ്പനികളെ അവൻ കൊണ്ടുപോയി. 1 എയർടെൽ, 2 ജിയോ. 24/7 കയറും വേണ്ട, വയറും വേണ്ട. ഞാൻ ഇരിക്കുന്ന റൂമിൻ്റെ അവിടെ ഒരു പെട്ടി വെച്ച് ചെകുത്താൻ്റെ മുള്ളു പോലെ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇടുക്കി കഴിഞ്ഞ ദിവസം കോഴിക്കാനത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. ഞാൻ നോക്കിയപ്പോൾ ഒരു പയ്യ സൂട്ട് കേസുമായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞു, ഇത് വായിക്കാൻ
കാണും പാമ്പ് വരുവാന്ന്. സ്വോത്രം. അവൻ ലൈവ് എടുക്കുന്നവനാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് വന്ന് സൂട്ട് കേസ് തുറന്നു, ഒരു ലാപ്ടോപ്പ്, മോൻ്റെ കണക്ക് ഒരു ക്യാമറ, ഒരു ചെകുത്താനെ എന്താ വെച്ചിരിക്കുന്ന 2 മുള്ളു, കീ കൂക്കു. ഞാൻ ചോദിച്ചു, മോനെ ഓബിവാനൊക്കെ എന്ത്? അതൊക്കെ എന്നേ ഷെഡി കയറ്റിയെന്ന്. സ്വോത്രം. അപ്പോൾ എന്നോട് പറയാം, ഇപ്പം എലോൺ മസ്കിൻ്റെ റിലയൻസ് വാട്ടിയ ലിങ്കായി പെട്ടി മേടിച്ചു, ദാണ്ട കൊടുത്തു. എവിടം വരെ പോകുന്നു? 110 രാജ്യത്തിൽ പോകുന്നു. കര ഉയരുന്നില്ലല്ലോ. ഏലപ്പാറ കോഴിക്കാനത്ത് കീക്കി അടിച്ചാൽ ന്യൂയോർക്ക് വരെ എത്തുമെന്ന്. സ്വോത്രം. ക്ലിയർ ആയില്ലയോ? അതിവേഗ ഇൻ്റർനെറ്റ്. ഇതാ ഞങ്ങളുടെ ബൈബിൾ. വയറുമില്ല, കയറുമില്ല, മൊബൈലുമില്ല, ടവറുമില്ല, ജിയുമില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ സ്ക്രീനിലെത്ത്. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ. ഉയർത്തുന്നവന്റെ തലമുറ യഹോവയാൽ കാക്കപ്പെടും. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സന്തോഷമില്ലല്ലോ. സഹോദരിമാരെല്ലാം ഉഷാറായിട്ടിരിക്കുക. സ്വോത്രം. സിമ്മം മാറാൻ പോവുക. 6G സിമ്മ്. ഇപ്പം തന്നെ BSNL ജോർജ് പാസ് എവിടെ എത്തി? എവിടെ നിന്നാകുമ്പോൾ ബാക്കി മുറിഞ്ഞു പോകും. അന്ധകാലം മുടിഞ്ഞ് നല്ല സൂപ്പർ സിമ്മ് വരാൻ പോകുന്നു. എലോൺ മസ്ക് കൊണ്ടുവരാൻ പോകുന്ന റിലയൻസിൻ്റെ ജിയോയുടെ, അത് എയർടെല്ലും, ഇത് രണ്ടും അവൻ്റെ കയ്യിലായി. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. തുണി കെട്ടാൻ പ്ലാസ്റ്റിക് മേടിക്കേണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഏഷ്യാനെറ്റ്, കേരള വിഷൻ കേബിളെല്ലാം 1 വർഷം കഴിയുമ്പോൾ മുറിച്ചിട്ട് അമ്മമ്മയ്ക്ക് നല്ല തുണി ഉണക്കാം. മനസ്സിലാകുന്നവർക്കായി ഒരു കുഞ്ഞ മേടം വെച്ച് ഭിത്തിയിലോട്ട് 2 കമ്പും വെച്ച് TV-യും കാണാം, ഓൺലൈനും കാണാം, എല്ലാം കാണാം. ഡയറക്റ്റ് ടവർ ദാ വരുന്നു. തിരുവല്ലായി ഒരു മണ്ണാങ്കട്ടയും വേണ്ട. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പെട്ടി ഡയറക്റ്റ് ടവറിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ പോകുന്നു. അതാ ഒരുവന്റെ കയ്യിലേക്ക് വരണം. അതിന് വിളിക്കുന്ന പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ. ദാറ്റ് മീൻസ് സിൻക്രോണസ് സാറ്റലൈറ്റ് മോണിറ്റൈസ്ഡ് ബൈ ആൾ മൊബൈൽസ്, ആൾ പീപ്പിൾ ഇൻ ദ എൻഡ് ടൈം. സിൻക്രോണസ് സാറ്റലൈറ്റ്. മനസ്സിലാകുന്നവർക്കായി. സയൻസ് പ്രസംഗിച്ചാൽ നിങ്ങൾ വെള്ളം കുടിക്കത്തില്ല. അതുകൊണ്ട് എലോൺ മസ്ക് ഇപ്പൊ റിലയൻസിനെയും കൊണ്ടുപോയി, അത് കഴിഞ്ഞ് ജിയോയും കൊണ്ടുപോയി. എല്ലാവരുടെ കാര്യവും ശരിയായി. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കയറും വേണ്ട, വയറും വേണ്ട, ഒന്നും വേണ്ട. പണ്ടത്തെ ഒരു കാര്യം കൂടെ, എബ്രഹാം ലിങ്കൺ മരിച്ചപ്പോൾ കപ്പൽ വഴി അറിഞ്ഞത് 3 മാസം കഴിഞ്ഞ്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ടെലിവിഷൻ കണ്ടപ്പോൾ കേരളമല്ല, ശ്രീലങ്കയിൽ MLA നടക്കാൻ പോയി ഉണക്കത്തേങ്ങ വീണു. ഏഷ്യാനെറ്റ് ലൈവ്. MLA നടക്കാൻ പോയി ശ്രീലങ്കയിൽ നടക്കുന്ന ഉണക്കത്തേങ്ങ വീണെന്ന്. സ്വോത്രം. അവിടെ അമ്മരായി. അന്ന് രാത്രി ഇതെല്ലാം അവരെ കാണും. യെരൂശലേമിൽ നടക്കുന്ന ദൃശ്യം മഞ്ഞാടിയിലും പുറമറ്റത്തും 20 പേരും വള്ളംകുളത്തും കാണണമെങ്കിൽ വരാൻ പോകുന്നു 9G ഇന്റർനെറ്റ് അതിവേഗ ടവറുകൾ. ക്ലിയറായി. കർത്താവിന്റെ വരവ് അടുത്തുപോയി. അടുത്ത വാക്ക് വായിച്ചട്ടെ. അവരുടെ ശവശരീരം വായിക്കാം. അവരുടെ ശവശരീരം വായിച്ചട്ടെ. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. എതിർക്രിസ്തുവിന്റെ പട്ടാളക്കാർ കേട്ടാട്ടെ, കല്ലറ വെക്കാൻ അനുവദിക്കത്തില്ല. കാര്യം ഈ ആന്റി ക്രൈസ്റ്റിന് അറിയാം. ലാസർ കല്ലറ കടന്നു ഉയർത്തെഴുന്നേറ്റു. യേശു കല്ലറ കടന്നു ഉയർത്തെഴുന്നേറ്റു. നയിന്റെ പട്ടണത്തിലെ വിധവയുടെ മൻ ശവപ്പെട്ടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ചുറ്റും നല്ല സെക്യൂരിറ്റികളൊക്കെ വെച്ച് കല്ലറ വെക്കാതെ അവിടെ ഇരിക്കും. അപ്പൊ 3.5 ദിവസം ഇതാ പ്രസംഗം. അന്ത്യകാല പ്രസംഗം. യെരൂശലേമിൽ നടക്കാൻ പോകുന്ന സംഭവം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. അവിടെ നിൽക്കട്ടെ. ഈ 2 സഭയുണ്ട്. ഒന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാ ദൈവസഭ. രണ്ടാമതൊന്നുണ്ട് കൈവിടപ്പെട്ട സഭ. മനസ്സിലാകുന്നവർക്കായി. വചനം കേൾക്കാതെ ഇന്ന് നടക്കുന്ന കുറെ എണ്ണം. അവരിവിടെ കാണും, പോകത്തില്ല. കാന്തന്റെ രഹസ്യപരവ് കഴിഞ്ഞാൽ ഇവിടെ കാണും. അവര് വിചാരിക്കും അന്നും കേബിൾ സിസ്റ്റം ഒക്കെ കാണും. എതിർക്രിസ്തുവിന്റെ വരവിൽ ഇവര് ഭൂവാസികൾ സന്തോഷവും ഓഫർ. സന്തോഷമില്ലല്ലോ. അന്യോന്യം കൊടുക്കും. പണ്ടത്തെ കാലം ഓണം കണ്ടില്ലേ? പണ്ട് ഓണത്തിന് 3 കാര്യം. 1 ഊഞ്ഞാൽ, 2 ഉപ്പേരി, 3 ഉറിയടി. സന്തോഷമില്ലല്ലോ. ഇന്ന് തിരുവല്ലയിൽ ഓണം എന്തായി? ഓഫർ ഓഫർ ഓഫർ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതുപോലെ പാർട്ടികളെല്ലാം അന്നത്തെ കാലത്ത് നടക്കുന്നു. ഇതെല്ലാം ലോകം കാണും. അപ്പോൾ ഈ ശരീരം ഉയർത്തെഴുന്നേക്കുന്ന ഇവർക്ക് അറിയത്തില്ല. നാറ്റം വെച്ച് എന്നിട്ട് എതിർക്രിസ്തുവിന്റെ പട്ടാളക്കാർ നാടൻ ഭാഷ വെല്ലുവിളിക്കും. നിങ്ങളുടെ കർത്താവ് എവിടെ? കിടന്ന് നാറുന്നില്ലയോ? ഒരു സംഭവം ഉലകം കാണാൻ പോന്നു. ആഫ്റ്റർ 3.5 days ഇതാ ലോകം കാണും. 3.5 ദിവസം കഴിഞ്ഞ്. വായിക്കാം മോളെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. 3.5 ദിവസം കഴിഞ്ഞ ശേഷം. ഈ വാക്ക് അണ്ടർലൈൻ ചെയ്യല എല്ലാവരും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം വന്ന് അവരിൽ
വന്ന് അവർ കാലൂന്നി നിന്നു. മതി, അവിടെ നിൽക്കേണ്ട വാക്യം മാറ്റല്. ആരാ നമ്മുടെ കർത്താവ്? 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് എത്യോപ്യയുടെ മണ്ണിലിറങ്ങി ആദമന്റെ മൂക്കിൽ ഊതിയപ്പോൾ അവന്റെ കാല് ചലിച്ചു, അവന്റെ കൈ ചലിച്ചു, അവന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം ക്ലിയർ, ആർട്ടിക്കിളും വെൻട്രിക്കിളും ചലിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയത് പുഷ്പഗിരിയല്ല, ബിലിവേഴ്സ് അല്ല, ചെത്തിപ്പുഴ ആശുപത്രിയല്ല, സർവശക്തനായ കർത്താവ് ആദമന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ആദം ജീവനുള്ള ദേഹി. കരമുയർത്തുന്നവർക്കായി അവന്റെ ശ്വാസം ഈ ചത്ത് കിടക്കുന്ന ഡെഡ് ബോഡിക്കകത്ത് വരും. പെന്തിക്കോസുകാർക്ക് സന്തോഷമില്ല. ലാസറിന്റെ കല്ലറയിൽ വന്ന് യേശു വിളിച്ചപ്പോ തിരുവല്ല പുഷ്പഗിരിയിലെ ഡൊമിനിക് ഡോക്ടർ ആയിരുന്ന ICU പമ്പല്ല കൊടുത്തത്, കല്ലറയെ ഭേദിച്ചവൻ പുറത്തു വന്നെങ്കിൽ ഉയരത്തിലെ ശ്വാസം വരുമ്പോൾ അവർ കാലൂന്നി നിൽക്കും. ഇതെല്ലാം ലോകം കാണാൻ പോകുന്ന സംഭവം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ബാക്കിയൂടെ കേട്ടോ. അതിനു മുമ്പ് പൊക്കോണം. അതിന്റെ പേരാ രക്ഷയുടെ ടിക്കറ്റ്. വായിക്കാൻ മോളെ അടുത്ത വാക്ക് വായിച്ചട്ടെ. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. അവിടെ ആയിക്കോട്ടെ. ഒരു സെക്കൻഡ് ഓടിപ്പോലെ. ഞാനിവിടെ കൺവെൻഷൻ വന്നു. ഞാൻ സാറ് ബഹുമാനപ്പെട്ട അച്ഛനെ പകലിവൻ കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു, പുറമറ്റത്തൊരു സൗരം മരിച്ചുപോയി, നമുക്കൊന്ന് പോയി ഒന്ന് കാണാം. നമുക്ക് ഭരണ വീട്ടിൽ പോകുന്നതില്ലേ സന്തോഷം. ഞങ്ങൾ 3 പേരും പുറമറ്റത്ത് ചെന്ന് അപ്പോൾ അവർ നമ്മുടെ പരിചയക്കാർ, സാറും ഒക്കെ പരിചയക്കാർ എന്നോട് ചോദിച്ചൊരു 15 മിനിറ്റ് വചനം പ്രസംഗിക്കാമെന്ന്. നമുക്ക് എവിടെ കിട്ടിയാലും സന്തോഷമാണെന്നല്ലോ. ഉടനെ നമ്മൾ ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. ലാസറിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 45കാരൻ ആ പയ്യൻ തല ഉയർത്താൻ തുടങ്ങി. പിന്നെ ഞങ്ങളെ കാണുമോ? സന്തോഷമില്ലല്ലോ. സാറ് തുരുത്തിക്കാട് നിൽക്കും, ഞാൻ ചാത്തന്നോ നിൽക്കും, പാസ്റ്റ് അനാംസി നിൽക്കും. കരം ഉയരുന്നില്ലല്ലോ. സ്വത്രം. ഇതുപോലെ ശവം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ഭയപരവശരായി ഓടും. ഇതെല്ലാം ലോകം കാണാൻ പോവാ. ഇവിടെ ഒരു സംഭവം നടക്കും. അതിന് മുമ്പ് നാം പൊക്കോണം. വായിക്കാം അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഇവിടെ കയറി വരിക. വായിച്ചോ. സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അടുത്തത് മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ട്. മതി. ആ ശബ്ദം ഉയരത്തിൽ നിന്ന് 2 സാക്ഷികൾക്ക് വിടുന്നതിന് മുമ്പ്, അതിന് 3.5 കൊല്ലം മുമ്പ് മഞ്ഞാടിയിലും തിരുവല്ലയിലും മറ്റൊരു ശബ്ദം കേൾക്കാം. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ എടുക്കപ്പെടും. അനാംസ് 30 ആനുവൽ കോൺഫറൻസ്. കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ള. Yesterday we are talking the covenant is coming. Jewish community coming to the tabernacle at Israel. അവർക്ക് വേണ്ടി ആലയം പണിഞ്ഞു കൊടുക്കുമ്പോൾ 2 ജാതികൾ യെരൂശലേം വിട്ടുകൊടുക്കുന്ന കാഴ്ചയാ. ഇതാ 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ. എന്നാ യെരൂശലേമിന്റെ തെരുവീതിയിൽ കിടക്കുന്ന ശവശരീരങ്ങൾക്കകത്ത് ഉയരത്തിലെ ശ്വാസം വന്ന് അവർ കാലൂന്നി നിൽക്കുമ്പോൾ നാട്ടുകാർ അവരെ കണ്ട് ഭയപരവശരാകുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു കാഹളനാഥം ഇവിടെ കയറി വരിക. ആ കാഹളം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കാൽവറി ദർശനം കണ്ട് യാഗം കഴിച്ച തന്റെ ഭക്തന്മാരെ ചേർക്കുക. 1000 വിശുദ്ധന്മാരുമാ എന്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും. എണ്ണയുണ്ടോ നിൻവിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ചാങ്കിനകത്ത് വചനം കയറിയിട്ട് ഇറങ്ങാവും. സംഭവങ്ങൾ മുഴുവൻ കാന്തന്റെ വരവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്പർ 2, ഇപ്പോൾ നടക്കുന്നു ലോത്തിന്റെ കാലം. എല്ലാവരും കേൾക്കണം. എല്ലാം നല്ലോണം കേട്ടുകൊണ്ട് പോകണം. നമുക്ക് സമയം നല്ലോണം സാർ തന്നുകൊണ്ടാ. എന്താ ലോത്തിന്റെ കാലം? സായം സന്ധ്യയിൽ അബ്രഹാമിന്റെ വീട്ടിൽ 2 ദൈവദാസന്മാർ ചെന്നു. അപ്പം അബ്രഹാം കട്ടമെള്ളമൊക്കെ കൊടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എங்கே പോകുന്നത്? അവർ പറഞ്ഞ് ഞങ്ങൾ സോതോമിലേക്ക് പോവാം. അയ്യോ, അങ്ങോട്ട് പോകണ്ട, നമ്മുടെ ഒരു പൈതലങ്ക ഇരിക്കുന്നത് ലോത്ത്, അവിടെ ഒരു ചെറിയ വർക്കും ഇരിക്കുന്നെന്ന്. അനാംസിൻ്റെ ബ്രാഞ്ച് ചർച്ച് പോലെ. അപ്പോൾ ദൂതന്മാർ വാട്സപ്പ് അടിച്ചു നോക്കി. ചർച്ച് 50 ഉണ്ടോ? ഇല്ല. 40 ഉണ്ടോ? ഇല്ല. 30 ഉണ്ടോ? അബ്രഹാമൊക്കെ കേൾവിപ്പെട്ടിരിക്കുന്നത് യാർ അന്ത ഊളിയക്കാരൻ. അബ്രഹാം പറഞ്ഞ് ലോത്തിനെ നോക്കി കാണുന്നില്ല, തമ്പേറും ഇല്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതാ സ്വർഗം ചോദിച്ച 50
ഉണ്ടോ 40 ഉണ്ടോ 30 ഉണ്ടോ 10 ഉണ്ടോ ഒരൊറ്റ ഒരെണ്ണമില്ല. അപ്പം ലോത്തിന് അബ്രഹാമിന് പിടി കിട്ടിയവന്മാർ തീ റെഡിയാക്കാൻ പോകുന്നു. അബ്രഹാം പറഞ്ഞു, പണ്ട് കുമ്പനാട് കൺവെൻഷനിൽ അവൻ നമ്മുടെ കൂടെ വന്നതാ, അനാംസിലും വന്ന് കൈ അടിച്ചതാ, പിന്നെ ഇടയ്ക്ക് നോട്ടും എഴുതിയതാ, എന്നെ ഓർത്തെങ്കിലും അവനെയും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയേക്കണം. അതാ ഇടിവിൽ നിന്നു. സായം സന്ധ്യ ആയപ്പോൾ ദൈവദാസന്മാർ മമ്രയുടെ തോപ്പിന്ന് ഒറ്റ പോക്ക് ലോത്തിൻ്റെ ഭവനത്തിൽ സോദോമിലേക്കാ. ലോത്ത് പടിവാതിക്കലും അമ്മമ്മ മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കാലം അതുപോലെ ആയില്ലയോ? ഞങ്ങൾ പുറത്തും അമ്മമ്മ അകത്തും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തും. സ്വോത്രം. ദൈവദാസന്മാർ എന്ന് ലോത്തിനെ വിളിച്ചു, ബ്രദർ ലോത്ത് 4 കാര്യം. നമ്പർ 1, പർവ്വതത്തിലേക്ക് ഓടണം. 2, ഈ പ്രദേശത്ത് നിൽക്കണം. 3, രക്ഷയ്ക്കായി പുറത്തു വരണം. 4, തിരിഞ്ഞു നോക്കരുത്. അപ്പം ലോത്ത് പണ്ട് ഈ നോട്ടെല്ലാം എഴുതി ഇത് കേട്ടുകൊണ്ട് ലോത്തിനെ പിടികിട്ടി റെഡിയാവാൻ പോവുക. സ്വോത്രം. ഭാര്യയെ വിളിച്ചു, ശൗരി പെട്ടെന്ന് റെഡി ആയിക്കോണം, ഞാൻ കമാൻഡർ ജി പറക്കാൻ പോവുക. കുഞ്ഞുങ്ങളെ വിളിച്ചു, കുഞ്ഞുങ്ങൾ കല്യാണത്തിനൊക്കെ പിടിച്ച് ഡ്രസ്സൊക്കെ ബാഗ് കയറ്റി മൊബൈലും എടുക്കാൻ പറഞ്ഞു. അമ്മാമ്മയ്ക്ക് ഇറങ്ങാൻ ഭയങ്കര പാടാ. എങ്കിലും കമാൻഡർ സ്റ്റാർട്ടാക്കി. കുഞ്ഞുങ്ങൾ 2 പുറയിരുന്ന് അമ്മാമ്മ ഫ്രണ്ടിലും കയറി. ഇറങ്ങാൻ പാട് 4 കാര്യം. 1, പോത്തീസ് ചെയ്ത് മേടിച്ച സാരി ഇതുവരെയും കുമ്പനാട്ട് ഉടുത്തിട്ടില്ല, സ്പ്രേ അടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. 2, കുക്കറിനകത്ത് 12 ചിക്കൻ കാല് വൈകിട്ട് 65 ഉണ്ടാക്കാനാ മഞ്ഞളും ഒക്കെ ഇട്ട് കുടഞ്ഞ് ഇഞ്ചിയൊക്കെ വഴറ്റി അത് ഇട്ടിരിക്കുക. 2 വിസിലെ ആയോള്. 3-ാമത്തെ കാര്യം, തോംസൺ നിന്ന് കൊണ്ടുവന്ന് ഐസ്ക്രീം ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. 4-ാമത്തെ കാര്യം, ഓണത്തിൻ്റെ ഓഫറിൽ ആപ്പിളിൻ്റെ മൊബൈൽ വന്നിട്ടുണ്ട്. ഇപ്പം 2 സിമിട്ട് വൈപ്പിട്ടോട്ട് ട്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മാമ്മ പോവോ? മനസ്സിലാകുന്നവർക്കായി. എന്തായാലും ലോത്ത് വലിച്ചു കയറ്റി. പോകേണ്ടത് ഇടുക്കി വഴിയാ, സോവേറിലേക്ക് പോകാനോ. മുണ്ടക്കയം പാലം കഴിഞ്ഞപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റ് കയറാൻ തുടങ്ങിയപ്പോൾ അമ്മാമ്മ പറഞ്ഞു, അച്ചായ ഒന്ന് ചവിട്ടിയാട്ടെ. അച്ചായന് വിചാരിച്ച എന്തെങ്കിലും കാര്യം കാണും. പാവപ്പെട്ട അച്ചായന് ഒരു ചവിട്ട്. അമ്മാമ്മയ്ക്ക് സ്വതവും വിടണമെന്നുണ്ടായിരുന്നു. സ്വതം അമ്മാമ്മ വിട്ടില്ല. ഗ്ലാസ്സിൽ കുടിഞ്ഞാണ് നോക്കിയപ്പം പുറയിലൊരു ഒപ്പ് തൂണ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞ് ആരും ഇറങ്ങണ്ട, പോയവള് പോട്ട്. ഫസ്റ്റ് ഗിയറിട്ട് ലോത്ത് കുട്ടിക്കാനത്തെ ഒറ്റപ്പോക്ക്. കരമുയർത്തുന്നവർക്കായി ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ, പോയവള് പോട്ടെ. സ്വോത്രം. അതുപോലെ കർത്താവിന്റെ വരവ് ഇന്ന് മനസ്സിലാകുന്നവർക്കായി. ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധവും ഇറങ്ങി. വചനം നല്ലതുപോലെ കേൾക്കണം. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. ഇന്ന് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ വെറും പ്രഹസനമാണ്. ഞാൻ കൊല്ലങ്ങൾ പ്രസംഗിക്കുന്നത്. 2-3 ലക്ഷം ജലവാക്കും, 8-5 മൈക്ക്, 8-55 സ്വാഗതം. ബസ്സുകൾ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പോയാട്ട് സ്കൂളിൽ പോകുന്ന പോലെ. മനസ്സിലാകുന്നവർ ഇന്ന് വണ്ടിക്കകത്തിട്ട് അടിക്കുമല്ലേ എല്ലാത്തിനും. എവിടെ വചനമുണ്ട്, സ്വോത്രം, എവിടെ സന്തോഷമുണ്ട്. ഒരു 4 ദിവസം നിന്ന് പ്രസംഗിക്കുന്ന സ്ഥലം എവിടെ? അതുകൊണ്ട് മനുഷ്യൻ പോലും മടുത്ത്. പിന്നെ ഞങ്ങൾക്കുള്ള ഉപദേശമാർക്ക് സന്തോഷം. 50 മിനിറ്റ് പ്രസംഗിക്കുക, നല്ല അരുമയാണ് കവർ കിട്ടിയിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് മനസ്സിലാകുന്നവർക്ക് ഇങ്ങനെങ്ങാനും വല്ലതും കേട്ട് വല്ലതും തുണ്ടെഴുതിക്കോ. മനസ്സിലാകുന്നവർക്കായി. ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങി. കർത്താവിന് ഭൂമിയെ കൊല്ലുവാൻ അമേരിക്കയുടെ ആയുധം വേണ്ട, ഇസ്രയേലിന്റെ ക്ലസ്റ്റർ വേണ്ട, മിറാഷ് വേണ്ട. യഹോവയുടെ ആയുധശാല തുറന്നു. മനസ്സിലാകുന്നവർക്കായി. അതിന്റെ പേരാ സ്ട്രാറ്റോസ്ഫിയർ. അവിടെ 2 എണ്ണം ഇരിപ്പുണ്ട്, സൾഫർ, ഫോസ്ഫറസ്. മലയാളം ഉൽപ്പത്തി തീയും ഗന്ധകവും. സ്വോത്രം. അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ കാട്ടുതീ. എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ട്, എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ട് കേട്ടോണം. അമേരിക്കയിൽ ജനുവരി 4, 2025 ലൈവ് ഓടിത്താട്ടെ മോനെ. 2025 ഹോളിവുഡിന്റെ എന്താണെന്നറിയാമോ? ഹോളിവുഡിന്റെ സിനിമാക്കാരൻ നൈറ്റ് അന്ന് അനൗൺസ് ചെയ്യാൻ 2 പെങ്കൊച്ചുങ്ങളാ വന്ന് ചുട്ടിപ്പാവാടെ ഉടുത്തിട്ട് അവളുകൾ സ്റ്റേജിൽ കൂടെ പറഞ്ഞു എന്തെന്നറിയാം? മാമ കേട്ടാട്ടെ. The universe is created by God. ആരാ പറഞ്ഞ ദൈവം ആ പ്രപഞ്ചം ഉണ്ടാക്കിയത്? No, that is a phenomena. Universe is a phenomena. പറഞ്ഞതാ. കർത്താവ് വടിയെടുത്ത് 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ ഇന്ന് ചോദിക്കണം. ലോസ് ആഞ്ചലസ് അമേരിക്ക 48,000 ഏക്കർ അങ്ങ് കത്തിപ്പോയി. 28,000 വീടുകൾ കത്തിപ്പോയി. 28 പേർ തീക്കകത്ത് ബന്ധു മരിച്ചു. അവസാനം വായാടി ട്രംപ് ഇസ്രയേലിന് ഹെലികോപ്റ്ററിൽ നിന്ന് മരുന്ന് കുടഞ്ഞിട്ടാ തീർന്നത്. എത്ര ക്ലിയറായി മനസ്സിലാകുന്നവർക്കായി. ആരാ നമ്മുടെ ദൈവം? മറുതലിക്കുന്നവനെ ന്യായം വിധിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം. കണ്ടോ? യഹോവയ്ക്ക് ആയുധശാല തുറന്നു. ഇന്ന് പകൽക്കാലം കേൾക്കണം. നിങ്ങളോടൊരു കാര്യം പറയാം. ദേശത്തൊരു ന്യായവിധി വരുന്നതിന് മുമ്പ്, ഞാനതാ പറഞ്ഞ്, സോദോമിനകത്തെ ന്യായവിധി വരുന്നതിന് മുമ്പ് അബ്രഹാമിനോട് സംസാരിച്ചു. ഞാൻ ആംസി ഒരു ദൂത് പറയാം. മഞ്ഞാടിയിലോ തിരുവല്ലയിലോ വള്ളംകുളത്തോ കുമ്പനാടോ ഇരവിപേരൂരോ ഒരു വലിയ സംഭവം, ഒരു വലിയ കാറ്റാവട്ടെ, ഒരു പെരിയ ആക്സിഡന്റ് ആകട്ടെ, ഇതൊക്കെ വരുന്നതിന് മുമ്പ് ദൈവം തന്റെ ദാസന്മാരോട് സംസാരിക്കും.
കാവൽക്കാര നീ മയങ്ങുന്നത് തിരുവനന്തപുരത്ത് ഇവിടെ ഇരിക്കുന്നെങ്കിൽ പറയാം. എൻ്റെ വളരെ ആത്മാർത്ഥ സ്നേഹിതനായിരുന്നു. തിരുവനന്തപുരം 5 മറങ്കാലം ഞങ്ങളുടെ വേർപെട്ടുപോയ പാസ്റ്റർ എം പൗലോസ്, അദ്ദേഹത്തിന്റെ സാക്ഷി ഇന്നും കിടപ്പുണ്ട് യൂട്യൂബിനകത്ത്. 2024 കണ്ട് സുനാമി അടിക്കുക. വെള്ളിയാഴ്ച അദ്ദേഹം സഭയ്ക്കുള്ള അരുമയാണ് ഊളിയം. പകൽ ഉപവാസ പ്രാർത്ഥന നടത്തി. രാത്രി കടന്നുറങ്ങാൻ നേരം ദൈവാത്മാവ് സംസാരിച്ചു. എല്ലാവരും കേൾക്കണം. ഞായറാഴ്ച രാമേശ്വരത്ത് എന്തോ നടക്കാൻ പോവാന്ന്. സ്വോത്രം. പിള്ളേരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ രാവിലെ ബസ് എടുത്ത് പോകണം, എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും കൊണ്ടുവരണം, തുണി എടുത്തോളാൻ പറഞ്ഞു. ശനി പകൽ കാത്തിരിപ്പ് യോഗം, വൈകിട്ട് കാത്തിരിപ്പ് യോഗം, ഞായറാഴ്ച ആരാധന. ആരും വീട്ടിൽ വിട്ടില്ല. എല്ലാവരും കേൾക്കണം. എം പൗലോസ് പാസ്റ്റർ രാമേശ്വരം. ശനിയാഴ്ച രാവിലെ നല്ല ആരാധന, വൈകിട്ടും ആരാധന. രാവിലെ എല്ലാവർക്കും കഞ്ഞി കൊടുത്തു. 9:30 ആയപ്പോൾ സുനാമി. രാമേശ്വരം, മറീന ബീച്ച് എല്ലാം കട്ടയ്ക്ക് ഇളകുക. എം പൗലോസ് പാസ്റ്റർ പറയുന്നത്, ഞങ്ങൾ ചർച്ചിനകത്ത് കരമടിച്ച് ആരാധിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ആ സഭയ്ക്കകത്ത് കയറാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി ആരാധിക്കുന്നവനെ വിടുവിക്കുന്നവനാ ഞാൻ ഉയർത്തുന്ന ദൈവം. കരമടിക്കുന്നവനെ ഉയർത്തുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അച്ചായ അമ്മാമ, ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം. നിന്റെ വീട്ടിനകത്ത് ഒരു ആത്മഹത്യ നടക്കുമെങ്കിൽ അതിന് ദിവസങ്ങൾക്ക് മുമ്പേ നീ മുട്ടുമടക്കെങ്കിൽ ദൈവം വെളിപ്പെടുത്തോ. നമ്മുടെ കർത്താവാര അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവനാ. ഇന്ന് രാത്രി പറയണം, എം പൗലോസ് മാസ്റ്ററുടെ ജീവിതത്തിൽ മാത്രമല്ല ആരാധിക്കുന്നവന്റെ വിശേഷം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു. പിണ്ടാകാരമായിരുന്നപ്പോ എന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ അനാംസിന്റെ 30ാമത് വാർഷികം. അമ്മാമ്മ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, അച്ചായ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, കൊഞ്ഞെ ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി കരമുയർത്തണം. ആകാശത്ത് കയറിയാലും അവന്റെ കരമെന്നെ തേടിയെത്ത്. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കടക്ക ഭരിച്ചാലും അവന്റെ കരം തേടിയെത്ത്. ഇന്ന് രാത്രി തിരുവല്ലായി നിന്റെ വശത്ത് 1000 പേരും വീഴും, നിന്റെ വലതുവശത്ത് മഞ്ഞാടി 10,000 പേരും വീഴും. എന്നാൽ നീ വീഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആരാ നിന്റെ ദൈവം? നിന്റെ വീട്ടിന്റെ മേളിൽ ഒരു ഉൽക്ക വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈയോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്തവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. നിന്റെ വീട് ഇടിഞ്ഞു താഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കീഴെ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. 30ാമത് വാർഷികത്തിൽ കരമുയർത്തി. ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവ. സിംഹത്തിന്മേലും ആണലിമേലും ഞാൻ ചവിട്ട്, പെരുമ്പാമ്പിനെ ഞാൻ മരിച്ചു കളയും. ഇന്ന് രാത്രി വിജയം ഏറ്റെടുത്തുകൊണ്ട് നീ പുറത്തു പോകാവോ? ഇന്ന് രാത്രി വിളിച്ചു പറ, ബാലസിംഹങ്ങൾ വീര കിട്ടാതെ വിശന്നിരിക്കുക. 30ാമത് ആനുവൽ കോൺഫറൻസ് ഇന്ന് രാത്രി. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നാളും നന്മയ്ക്ക് കുറവ് വരുത്താത്ത ദൈവം. കരമുയർത്തിപ്പിടിച്ചാട്ടെ. അതുകൊണ്ട് ഈ രാത്രി പറ, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ച. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ചുന്നു. രാമേശ്വരം എം പൗലോസ് മാസ്റ്ററുടെ ജീവിതത്തിൽ മാത്രമല്ല ആരാധിക്കുന്നവനെ വിടുവിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവ. സ്വത്രം. അപ്പൊ കർത്താവ് ന്യായവിധിയുണ്ടോ? തിരുവല്ലായിലെ കണക്ക് ആശിഷമാരി ബ്ലാസിംഗ് എന്നല്ല. കർത്താവിൻ്റെ 2 വടിയുണ്ട്. സന്തോഷമില്ലല്ലോ. ഒരു വടിയെ തിരുവല്ലക്കാർ പറയത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് കുറേ ചീനി ഉണ്ടായിരുന്നു. നാടൻ മലയാളം പറഞ്ഞെങ്കിലേ വടിയടക്ക കാര്യം പറയത്തുള്ളൂ. അമ്മച്ചി വൈകിട്ട് ഞങ്ങളോടെല്ലാം പറയും ചീനി ചരണ്ടാനായിട്ട്. സന്തോഷമില്ലല്ലോ. ഇപ്പോൾ പെന്തിക്കോസുകാർ ചീനിയൊക്കെ മറന്നു. ഇപ്പോൾ എല്ലാം അൽഫഹാം, കുഴിമന്തി, വറുത്തത് പൊരിച്ചതൊക്കെയാണ്. സ്വോത്രം. പണ്ടെല്ലാം അവന് കട്ടൻ ചീനി എന്നതാണ്. ചീനിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വിമർശിക്കുക, അത് വേറെ കാര്യം. സ്വോത്രം. ആകെ ഞങ്ങളിതെല്ലാം കൊണ്ടു കൊടുക്കും. അമ്മച്ചി എന്താ ചെയ്യുന്നതെന്നറിയാം? ഒരു കത്ത്, ഒരു ഉറുക്കാവ്, ഒരു ഇതെടുത്ത് പടപട ഒറ്റ വെട്ടിനെ മുറിയുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി ചട്ടടയിലേക്ക് കൂടി ഈ കത്തി എടുത്ത് വെച്ച് ചൊറിയുകയും ചെയ്യും. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. നാടൻ മലയാളം. കർത്താവിൻ്റെ കൈ നല്ല വടിയുണ്ട്. നിന്നെ മുറിക്കാനും കർത്താവിനറിയാം, നിനക്ക് തണൽ തരാനും അറിയാം. എല്ലാവരും ന്യായം വിധിക്കുന്ന കാലം വരും. മനസ്സിലാകുന്നവർക്കായി. അപ്പം ലോസ് ആഞ്ചലസിൽ തീയിറങ്ങിയോ? ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരന്റെ വരവിൽ ബൈബിളിനകത്തുണ്ടോ? എബ്രായ ലേഖനം 1-ാം അധ്യായം 29ാമത്തെ വാക്യം വായിച്ചാട്ടെ മക്കളെ. എബ്രായ ലേഖനം എബ്രായർ 12:29 വായിച്ചാട്ടെ. വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 29ാമത്തെ വാക്യം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കരമുയർത്തുന്നവർക്കായി. സ്വോത്ര. അനുഗ്രഹത്തിന്റെ മാത്രമല്ലത്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. ഈ വരാൻ പോകുന്ന നാളുകളെ പറ്റി എൻ്റെ നാഥൻ പറഞ്ഞു. എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 9:4. എല്ലാവരും എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 9:4. വരാനിരിക്കുന്ന കാലത്തെ പറ്റി എൻ്റെ കാന്തൻ പറഞ്ഞു. യോഹന്നാൻ 9:4 വായിച്ചാട്ടെ മക്കളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം
കഴിയുന്നിടത്തോളം നാം ചെയ്യേണ്ടത് അനാംസിന് വേണ്ടി ഈ വർഷത്തെ ആനുവൽ കോൺഫറൻസ് ഒരു വാക്ക് മാറ്റല്ലേ, ഒരു വ്യക്തിയോടെങ്കിലും ഈ സുരക്ഷകൻ എന്ന് പറയുവാൻ കരമുയർത്തുന്നവർക്കായി ഈ അടുത്ത വാർഷികം നടക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയോടെങ്കിലും ഈ സുരക്ഷകൻ എന്ന് പറയാം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യേണ്ടത്. അടുത്ത വാക്ക് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. എന്നാൽ നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രാണപ്രിയം വരും. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങളെ ചേർക്കാൻ യേശു വരാറായി. 3 ഭാഗങ്ങൾ പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. സമയം എത്ര തന്നാലും അന്ത്യകാല പ്രഭാഷണത്തിൽ വളരെ താല്പര്യമാ. എന്താ കാര്യം അറിയാമോ? ഇവിടെ അനാംശൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നു. ഇവിടെ കേൾക്കണം, നിങ്ങളെല്ലാം കേൾക്കണം. മഞ്ഞാടിയിൽ ഒരു ബാബുമോൻ, അവന്റെ ഉള്ളിൽ പാപമുണ്ടായിരുന്നു. പാപത്തിന്റെ വിപത്ത, ലഹരി, മറ്റു കാര്യങ്ങളെല്ലാം. അപ്പൊ ആരാണ്ട് പറഞ്ഞു, തിരുവല്ല പുഷ്പഗിരി പോയാൽ മതി, എനിക്ക് പാപത്തിന് മരുന്ന് കിട്ടുമെന്ന്. നമ്പർ 1, അവൻ തിരുവല്ല പുഷ്പഗിരി പോയി, പാപത്തിന് മരുന്ന് കിട്ടിയില്ല. രണ്ടാമത് ആരാണ്ട് പറഞ്ഞ് ചെത്തിപ്പുഴ പോയാൽ മതി, അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അവൻ അഡ്മിറ്റ് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അവർ പറഞ്ഞ ആന്റിബയോട്ടിക് ഇല്ല. അപ്പൊ ആരാണ്ട് പറഞ്ഞു, പുതിയ ആശുപത്രി കണ്ടു, നീ അവിടെ ചെല്ല്, സർജറി നടത്താം. പാല മാർസ്ലീവ സിറ്റി പോയി അവൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ അകത്ത് പാപമുണ്ട് സാർ, അപ്പൻഡിസെക്ടമി കീറുന്നോലെന്ന് കീറണമെന്ന്. അവര് പറഞ്ഞ് രക്ഷയില്ല. അപ്പൊ ആരാണ്ട് പറഞ്ഞു, കാരിത്താസി ചെന്നാൽ മതി, റേഡിയോ തെറാപ്പി നടത്തുമെന്ന്. ബാബുക്കുട്ടൻ തിരുവല്ലായി പോയി, പാരാസെറ്റമോൾ ഇല്ല. അതിനുശേഷം അമോക്സിലിന് വേണ്ടി എവിടെ പോയി, ചെത്തിപ്പിട ഇല്ല. സ്ലീവായി പോയി, സർജറി ഇല്ല. ക്യാൻസറിന് റേഡിയേഷൻ ഇല്ല. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് ഞങ്ങൾ ഒരു വാക്സിൻ ഇവിടെ തരാം. ബാക്കി എല്ലാവരും കേട്ടാട്ട്, കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം കേട്ടോ. മലയാളം, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് 5 വയസ്സ് വരെ അതിനൊരു വാക്സിൻ റെഡിയാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാ പോളിയോ വാക്സിൻ. പോളിയോയുടെ പ്രത്യേകത എന്താ? നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് കാല് മുടത്തി കിടക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ്, ഇന്ത്യ മോഡിജി, കേരള പിണറായി സഖാവ്, നമ്മുടെ വീണ ജോർജ് ആറന്മുളക്കാരി സിസ്റ്റം ഒന്നും അനുവദിക്കത്തില്ല. അതുകൊണ്ടല്ലേ മഞ്ഞാടി കൂടെ മൈക്കിനകത്ത് മഞ്ഞ പഞ്ചായത്തുകാർ, തിരുവല്ല മുനിസിപ്പാലിറ്റി അനൗൺസ്മെന്റ്, കുഞ്ഞുങ്ങളെ കൊണ്ടുവരൂ, പോളിയോ പോളിയോ പോളിയോ. അതെന്തിനാ? നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് മുടത്തി കിടക്കായിരിക്കും. അത് പറഞ്ഞപ്പോഴേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് എഴുതാം. പോളിയോ കണ്ടുപിടിച്ച, വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ യഹൂദന, അവന്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ്, നോബൽ സമ്മാനം കിട്ടിയവനാ. അവനാ പോളിയോ കണ്ടുപിടിച്ച. സ്വത്രം. അതെന്തിനാ വരാനിരിക്കുന്ന പോളിയോ? അന്ന് ആ മഞ്ഞാടിയിലെ സുമമോൾ പോളിയോ വാക്സിൻ ആശാവർക്കർമാർ പറഞ്ഞു ഉച്ചയ്ക്ക് കൊണ്ടുവരണു. അന്നേരം കുമ്പനാട് നോയൽ ആടിച്ചോർത്തി ചിക്കൻ കാലി തിന്നാൻ പോയി. സന്തോഷമില്ലല്ലോ. നീ ചിക്കൻ കാലി തിന്നാൻ പോയിട്ട് കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ കൊടുക്കാനുള്ള പോളിയോ നീ കൊടുക്കണം. അത് മനുഷ്യകുലത്തിന് വരാനിരിക്കുന്ന പോളിയോയ്ക്ക് പരിഹാരം. എന്നാൽ ഇന്ന് വൈകിയ വേളയിൽ അനാംസിലിരിക്കുന്ന പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അമോക്സിൻ ഇല്ല, ഇല്ല. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി റേഡിയേഷൻ ഇല്ല. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 30ാമത് വാർഷികത്തിൽ ഞങ്ങൾ ഒരു വാക്സിനെ ഗ്രൗണ്ടിൽ പരിചയപ്പെടുത്തുന്നു. ഏതാ വാക്സിൻ? കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിന്റെ സകല പാപമല്ല, നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ 2 കല്ലന്മാരുടെ നടുവിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാടാകുന്ന ക്രിസ്തു അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാകുന്ന വാക്സിൻ ഇന്ന് രാത്രി എന്നെ ശുദ്ധിക്കായി ഒരുക്കുന്നു. ആ വാക്സിൻ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാം. രാവിലെ ഞാൻ പറഞ്ഞ നേതാക്കളെല്ലാം കൂടെ മരണം കിട്ടാതെ ഓടുമെന്ന്. ഇനി രണ്ടാമത്തത്, 3ാമത്തെ കാര്യം പറഞ്ഞു. ഒരു വീടൂടെ പറയുമ്പോൾ നിർത്താം. അഗ്നിപർവ്വതം പൊട്ടും, വൾക്കാനോ എക്സ്പ്ലോഷൻ. ബൈബിൾ എടുത്താട്ടെ, വെളിപ്പാട് പുസ്തകം 9ാം അധ്യായം 2, 3. മമ്മ ഇതെല്ലാം നോട്ട് ചെയ്തു. നാട്ടുകാരുടെ അടുത്തൊക്കെ പറ, ചിക്കൻ നിന്നോണ്ടെങ്കിൽ ഇരിക്കാൻ സമയമില്ല, ട്രെയിൻ വരാറായെന്ന് പറഞ്ഞു. വെളിപ്പാട് 9, 2, 3 വായിച്ചാട്ടെ. വെളിപ്പാട് 9, 2, 3 വായിച്ചാട്ടെ മക്കളെ. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരും ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. മോനെ അവിടെ നിൽക്കാട്ടെ. അഗാധ കൂപത്തിന്റെ പേരാ അഗ്നിപർവ്വതം. അഗ്നിപർവ്വതം. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ 40ൽ പരം അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുക.
ഈ സുനാമി എന്ന് പറഞ്ഞ പലരും പറഞ്ഞ കടലിളകിയെന്നാ. കടലല്ല, ഇന്തോനേഷ്യയിലെ കടലിനടിയിൽ അഗ്നിപർവ്വതം പൊട്ടി ലാവ ഇറങ്ങിയതാ സുനാമി. മറ്റൊരിക്കൽ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കരയും ബൈബിളുമായിട്ട് ടച്ച് ചെയ്ത് തരാം. അങ്ങനെയെങ്കിൽ അഗ്നിപർവ്വതം പുകഞ്ഞു കഴിഞ്ഞാൽ കശുവണ്ടി ആപ്പീസിലെ കണക്ക് പുക കയറും. റഷ്യയിൽ സൈപ്രസിന് സമീപമായി ഒരു അഗ്നിപർവ്വതം പൊട്ടിയിട്ട് 40 ദിവസം കൂടെ പ്ലെയിൻ പോയില്ല. ആകാശത്തെ പുക. ഇനി എല്ലാ ദൈവമക്കളും വായിച്ചാട്ടെ. കൂപത്തിന്റെ പുകയാൽ, വായിക്കാൻ മോനെ. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. ഇതാ കിടക്കുന്ന വെട്ടം കിട്ടത്തില്ല. ഇവിടെ അച്ചായന്മാരും അമ്മമാരും ഒരു വാക്ക് ഓർമ്മയിൽ വെക്കണം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട്. ബാക്കി മിണ്ടുന്നില്ലല്ലോ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടുന്ന എല്ലാം ജാതികളാണ്. മറ്റേതെല്ലാം രക്ഷിക്കപ്പെട്ട കൂട്ടാവും. പോയി കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്ന സംഭവമായി വായിക്കുന്നത് കണ്ടു. അപ്പോ കൂബ എന്നൊരാള് വരും. വായിക്കാം. മാവേലി തമ്പുരാനല്ല വരാൻ പോകുന്നത്. വായിക്കാം. വായിച്ചാട്ടെ. അടുത്തത്. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതാ വരുന്നു വെട്ടുക്കിളി. നല്ല അരുമயான കിളി വരുന്നെന്ന്. സ്വോത്രം. അടുത്തത് വായിക്കാം. അടുത്തത്. അതിന് ഭൂമിയിലെ തേനിലുള്ള ശക്തി കിട്ടി. അവിടെ നിൽക്കട്ടെ. ഇനി 5 വായിക്കണം. നമ്മുടെ വള്ളംകുളത്ത് 2 അച്ചായന്മാർ രാവിലെ ഇരുന്ന് നാരായണൻ ചേട്ടൻ്റെ കടയിരിക്കുമ്പോൾ നല്ലൊരു കിളി വരുന്നു. അച്ചായന്മാർ പാട്ടുപാടി തത്ത വരുന്ന പോലെ കിളിയെ കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ. എൻ്റെ അച്ചായ ആ കിളിയല്ല, ഇതിന് തേളിനുള്ളതുപോലെ വാല്. ഇതാരാന്നറിയാം? തള്ളപ്പെട്ട ദൂതന്മാർ അഗാധ കൂപത്തിൽ നിന്ന് കർത്താവിൻ്റെ വരവിൽ നിന്ന് കൈവിടപ്പെട്ടാൽ എഴുന്നേക്കും. ബാക്കി വീട്ടിൽ ചെന്ന് വായിക്കണം. അപ്പല്ലോൻ അബദോൻ. കടയിരിക്കുന്നവർക്കെല്ലാം ഓരോ കുത്ത്. ബാക്കി കൂടെ കേൾക്കണം. എല്ലാം കേട്ടിട്ടേ എഴുന്നേക്കാവൂ. സ്വോത്രം. ജീവനും കൊണ്ടോടും. അങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ഞാടി കഴിഞ്ഞ് വള്ളംകുളത്തി എന്നപ്പോൾ മെയിൻ റോഡ് കറിയാച്ചായനും സൂസമ്മാമ്മയും. അറിയാച്ചാൻ അമ്മാമ്മ രാവിലെ ഗേറ്റ് തുറന്നു. കറിയാച്ചാൻ ഞങ്ങളുടെ കണക്ക് ചാരുക സേരിൽ ആരൊക്കെ മരിച്ചെന്ന് മനോരമ വായിച്ചുകൊണ്ടിരിക്കുക. മോൻ്റെ കല്യാണം കഴിഞ്ഞ് ജോമോനും ജോസ്മി മോള് അവിടെ കിടക്കുക. അവർ കിടക്കട്ടെന്ന് വിചാരിച്ച് കറിയാച്ചാൻ പറഞ്ഞു, സൂസമ്മ നീ ചായ ഇട്ട്, ഞാൻ മലയാള പത്രം വായിക്കട്ടെന്ന്. സൂസമ്മാമ്മ ചായ ഇട്ട് ലിപ്റ്റൺ ടീ ഗ്ലാസ്സിൽ കൊണ്ടുവരുന്നപ്പോൾ ഒരു കിളി ഇങ്ങനെ പറന്നു വരുന്നു. സൂസമ്മാമ്മ പറഞ്ഞ് കട്ടകാലം തീരാറായച്ച പച്ചവെട്ടിൽ വരുന്നെന്ന്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വായിച്ചെന്ന്. എൻ്റെ സൂസമ്മാമ്മ ഇത് പച്ചവെട്ടിലല്ല. കറിയാച്ചാനൊരു കൂത്ത്. അത് കണ്ട് അമ്മാമ്മയുടെ ഗ്ലാസ് താഴെ വീണ്. അമ്മാമ്മയ്ക്ക് ഒരു കുത്ത്. അപ്പം വെട്ടിലിന് പേപ്പന് വെട്ടിയിട്ട് വെട്ടിക്കളിക്ക് പിടികിട്ടി അകത്താളുണ്ടത്. റൂം തുറക്കാൻ പറ്റത്തില്ല. തേളിൻ്റെ വാല് ഗ്രില്ലിൻ്റെ അകത്തോട് ഇട്ടിട്ട് കിടക്കുന്ന കല്യാണം കഴിഞ്ഞ് 24 ചൂട് തണുപ്പ് ഗോദറേജ് കിടക്കുന്ന ജോസ്മിക്കും ജോസിനും ഓരോ കുത്ത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ഇതൊക്കെ അങ്ങോട്ട് കേൾക്കണം. കാന്തൻ വരാറായി. 5 മാസം ദണ്ഡനം. വായിച്ചാട്ടെ. വെളിപ്പാട് 9, 5, 6 വാക്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വായിക്കാൻ മോനെ. വെളിപ്പാട് 9, 5, 6. 5 മാസം ദണ്ഡിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. മനുഷ്യരെ കൊല്ലാനല്ല, 5 മാസം ദണ്ഡിപ്പാൻ. മമ്മ ഇത് കേട്ടോണം. നാട്ടുകാരുടെ പറയണം. ഇതിന്റെ ഒരു മുള്ള് ശരീരത്തിൽ കയറും. ഊരാനും പറ്റത്തില്ല. ശരീരത്തിൽ ഇൻഫെക്റ്റഡ് ബോഡി. 5 മാസം വേദന. നമ്മൾ കോവിഡ്, ഇഞ്ചിച്ചാറ്, മഞ്ഞവെള്ളം, സിങ്കോവിറ്റ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എവിടെ കോവിഡ് പോയി അവൻ്റെ മൂത്തയേട്ടൻ വരുമ്പോൾ ബാക്കി അറിയാം. സ്വോത്രം. അന്നല്ലേ നമ്മളെല്ലാം ഇഞ്ചിച്ചാറ്, മഞ്ഞവെള്ളം വായിട്ട് കുലിക്ക് തിരുവല്ല ചെന്നപ്പോൾ എല്ലാവർക്കും സിങ്കോവിറ്റ് കൊടു. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. ഇതൊക്കെ അടിച്ച് നമ്മളൊരു ഒരാഴ്ച കൊണ്ട് പ്രോട്ടീൻ ട്രിപ്പ് അടിച്ച് കോവിഡിന് റെഡിയാക്കി. കോവിഡ് അല്ല, യവൻ കുത്തിയാൽ 5 മാസം മരണവേദന. വായിക്കാം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവരുടെ വേദന മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. അടുത്ത വാക്ക്. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അക്കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. വായിക്കാം മോളെ. കാണുകയില്ലതാനും. അടുത്തത് മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ടോടി പോകും. ഇവിടെ സയൻസ് കേട്ടോണം. അന്നത്തെ കാലത്ത് ഈ വേദന കൊണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മരത്തെ കയറും. യൂത കെട്ടിയോൽ അവിടെ കിടക്കത്തേ ഉള്ളു. ക്രോമസോൺ ഡിവൈഡ് ആകത്തില്ല. ക്രോമസോൺ ഡിവൈഡ് ആകുമ്പോഴാണ് കെട്ടിത്തൂങ്ങുന്നവൻ കയ്യും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. ശരീരമൊക്കെ നുള്ളിപ്പറിക്കുന്നത്. സ്വോത്രം. 2 എന്നാ വിചാരിക്കും പമ്പയാറ്റി ചാടാമെന്ന്. ഇവിടുന്ന് നേരെ പമ്പയാറ്റി ചെന്ന് ചാടും. പമ്പയാറ്റി ചെന്ന് ചാടുമ്പോൾ ട്യൂബ് കിടക്കുന്ന പോലെ മേളിൽ കിടക്കും. ഹല്ലേലൂയ. സ്വോത്രം. താഴത്തില്ല. ക്രോമസോൺ ബോഡി താഴോട്ട് പോകത്തില്ല. ഒരു സ്പെഷ്യൽ അന്നത്തെ രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവും. 3 എന്നാ വിചാരിക്കും തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ ചാടാമെന്ന്. ട്രെയിനിൽ ചാടിയാൽ ശരീരം മുറി.
പൊടിയും തെറിക്കത്തില്ല. ക്രോമസവും പെരുമ്പാൻ പൊട്ടുന്നോലെ ഒട്ടുന്നൊരു കാലം കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആ കാലത്ത് മനുഷ്യൻ മരണം കാണാൻ കാക്ഷിക്കും. മക്കളെ, മരണം അവരെ വിട്ടോടിപ്പോകും. മരിപ്പാൻ കൊതിക്കും. മരണം കിട്ടാത്ത കാലം ഇന്ന് രാത്രി. ഇന്ന് നമ്മൾ ജീവിക്കാൻ കൊതിക്കുമല്ലോ. അപ്പച്ചന് നെഞ്ചുവേദന വന്ന് പുഷ്പഗിരിച്ചത് പറയാം 4 ലക്ഷം. വട്ടിപ്പലിശയ്ക്ക് വേണ്ടിയാലും വേണ്ടിയല്ല, പപ്പ 5 കൊല്ലം കൂടെ നിൽക്കട്ടെ, പൈപ്പ് ഇടാൻ പറയും. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അന്ന് മരിക്കാൻ കൊതിക്കുമെന്ന്. മരണം വിട്ട് ഓടിപ്പോകും. അന്ന് ഒരാൾ മാത്രം 70% ഓഫർ. 5 മാസം മരണമില്ല, ചെലവില്ലാത്തൊരു സാധനം, ശവപ്പെട്ടി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി 70% ഓഫർ. ഇന്ന് രാത്രി മരണം അവരെ വിട്ട് ഓടിപ്പോകും. അനാംസേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്നു രക്ഷാ ദിവസം. വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണം, യേശുവിന്റെ വരവിൽ പോകണം. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിന് ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറഞ്ഞ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എൻ്റെ യേശു മടങ്ങി വരാറായി. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വം. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ദൈവശക്തി. അവസാന ഭാഗങ്ങളിലേക്ക് 1910 ഏപ്രിൽ മാസം 10-ാം തീയതി സദാംപ്ടൺ തുറമുഖത്ത് നിന്നൊരു കപ്പൽ യാത്രയായി, ടൈറ്റാനിക്. എല്ലാ ബന്ധികോസാരും കേട്ടോ, CSIക്കാർ കേട്ടോ, അമ്മമാരെ എഴുതിക്കോ. ആ ടൈറ്റാനിക് 50,000 ഹോഴ്സ് പവർ. പിന്നെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി, ക്യാപ്റ്റൻ സ്മിത്ത്, 2227 കിലോമീറ്റർ ന്യൂയോർക്ക്. കേട്ടോ മക്കളെ, ആട്ടം പാട്ട്. ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. പ്രസംഗം അതല്ല. 4-ാം പക്കം ഉച്ചയ്ക്ക് ആ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞുമല. അദ്ദേഹം പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, സാറേ വഴി മാറ്റും, മിണ്ടരുത്, ദൈവം വിചാരിച്ചാലും തകരത്തില്ല. നാട്ടുകാരും നീട്ടുകാരും ഒക്കെ പറയും, ഉപദേശിച്ച് ചുമ്മാതെ കിടന്ന് വായലയ്ക്കുവാന്ന്. എൻ്റെ അച്ചായ, ഞങ്ങൾ വായലച്ച സംഭവങ്ങളെല്ലാം ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കോവിഡോട് വന്നപ്പോൾ ചെവിയുള്ളവന് മനസ്സിലായി എന്തോ സംഭവിക്കുമെന്ന്. സ്വോത്രം. നീ കേട്ടാ നിനക്ക് നല്ലതാ. പണ്ട് നോകയപ്പച്ചൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു, കള്ളക്കളവന് വട്ടാന്ന്. സ്വോത്രം. കാറ്റ് വന്ന് പെരുമഴ വന്നപ്പോഴാ പിടി കിട്ടിയ വാതിൽ അടയാറായ രക്ഷയോട്. അതിനകത്തൊരു ഇംഗ്ലീഷുകാരൻ്റെ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു. എല്ലാവരും കേൾക്കട്ടെ. അവൻ്റെ 2ാമത്തെ നിലയിൽ മെസ്സിൽ വന്ന് ചപ്പാത്തി കഴിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ഈ സംഭവം നടക്കുന്നത്. കപ്പൽ പാറയിൽ തട്ടുന്ന മഞ്ഞമലയിൽ കപ്പൽ കുലുങ്ങാൻ തുടങ്ങി. ഇവൻ വിചാരിച്ച താഴെ ഓടിപ്പോ. ഇന്നത്തെ കണക്ക് കാറിനല്ല. അവൻ്റെ തലേനയുടെ കീഴിൽ $1 ലക്ഷം റിപ്പുണ്ട്. അവൻ വിചാരിച്ച് ഓടി താഴോട്ട് പോകാൻ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ആരോ അവന്റെ അകത്ത് മന്ത്രിച്ചു, കുഞ്ഞേ, ഈ സമയം നീ താഴെ പോയാൽ $1 കയ്യിലെടുക്കാം, പക്ഷെ ഉപ്പുവെള്ളത്തിൽ താഴ്ന്നു പോകും, പോകരുതേ. അവൻ സ്റ്റെപ്പ് മുകളിലോട്ട് കയറി. ആ മെസ്സിന്റെ സൈഡിൽ ഇങ്ങനെ അനവധി ലൈഫ് ജാക്കറ്റ് തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ നോക്കിയപ്പോൾ അന്തരാത്മാവിൽ ആരോ സംസാരിച്ചു, ഇപ്പൊ നീ ഒരെണ്ണം എടുത്ത് ചാടിയാൽ എവിടെങ്കിലും ഒരു സ്പീഡ് ബോട്ട് വന്ന് രക്ഷപ്പെടും. മണ്ണേ പ്രതി മാണിക്കത്തെ വെടിയരുത്. അവൻ ലൈഫ് ജാക്കറ്റ് എടുത്ത് ഒറ്റച്ചാട്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ബോട്ട് വന്നവനെ രക്ഷപ്പെടുത്തി. ഇംഗ്ലീഷുകാരൻ, ബിസിനസ്സുകാർ, ടൈറ്റാനിക്കിൽ നിന്ന് രക്ഷപ്പെട്ടവൻ. അവന്റെ ആത്മകഥ വായിച്ച് എന്റെ റൂമിലിരുന്ന് ഞാൻ കരഞ്ഞു. അവൻ പറഞ്ഞു, എന്റെ $1 ലക്ഷം വേണ്ടി താഴെ ഇറങ്ങിയെങ്കിൽ ഞാൻ ഇന്ന് ഭൂപ്പരപ്പിൽ കാണത്തില്ല, ഉപ്പുവെള്ളത്തിൽ തീർന്നേരം. പക്ഷെ എന്റെ മുമ്പിൽ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടി ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ അനാംസിന്റെ 30ാമത് വാർഷികത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു ലൈഫ് ജാക്കറ്റിന് ഇന്ന് രാത്രി അനാംസ് ഗ്രൗണ്ടിൽ ഉയർത്തുന്നു. ആ ജാക്കറ്റിന്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലു വിലപിക്കും. നമ്മുടെ കാന്തൻ വരാറായി. സ്വോത്രം. ഒറ്റ വാക്കൂടെ പറഞ്ഞ് നിർത്താം. അങ്ങനെയെങ്കിൽ നമുക്ക് പോകാനൊരു വീടുണ്ടോ? കൃത്യസമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യാൻ സമയമായി വരുന്നു. നമുക്ക് പോകാനൊരു വീടുണ്ട്. ഇത്രയും പ്രസംഗിച്ചിട്ട് പറയും, പാസ്റ്റർ 3 പ്രസംഗം പ്രസംഗിച്ച് കർത്താവ് വന്നാൽ പോകാൻ വല്ല വീടും ഉണ്ടോ, കോളനി ഉണ്ടോ, ലക്ഷം വീടുണ്ടോ, ലൈഫ് മിഷൻ ഉണ്ടോ, അതുകൂടെ റെഡിയാക്കാം. യോഹന്നാൻ 14, 1, 2, 3 വായിച്ചാട്ട് എല്ലാവരും എടുത്തായിട്ട് സയൻസ് ഇതൊക്കെ എഴുതിക്കൊണ്ടേ പോകാം. യോഹന്നാൻ 14, 1, 2, 3 വായിച്ചാട്ട് മക്കളെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇപ്പൊ തന്നെ എല്ലാവരുടെയും ഹൃദയം
കലങ്ങിയിരിക്കുക. ഇന്നലെ ഇറാഖിൻ്റെ നമ്മുടെ ഇവിടെ ഖത്തർ മിസൈൽ വീഴപ്പോഴേ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക എന്താവുമെന്ന്. ഞാൻ പറഞ്ഞ് ചിക്കനൊക്കെ തിന്ന് സന്തോഷമായിട്ടിരിക്കുക. സ്വോത്രം. ഇസ്രയേലിനെതിരെ ഒന്നും ഇപ്പം നടക്കത്തില്ല, അതെല്ലാം നമുക്കറിയാവുന്ന. അതുപോലെ ഇന്ന് ക്രൂശീകരണത്തിൻ്റെ തലേ ദിവസത്തെ പ്രഭാഷണം, മാളികമുറി പ്രഭാഷണം, ഇതാ കിടക്കുന്ന അപ്പർ റൂം, ഏറ്റവും നിർണായകമായ മാളികമുറി പ്രഭാഷണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. വായിക്കാം. അടുത്തത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അത് മലയാളത്തിൽ നമ്മുടെ ഇച്ചിരി ട്രാൻസ്ലേഷൻ ഒരു വേരിയേഷൻ വന്ന അരുമയാണ്. തമിഴ് ബൈബിൾ പേസുகிறது അപ്പാ വീട്ടുക്കുള്ള കൊട്ടാരം ഇരിക്കുന്നത്. ആർ യു സ്റ്റഡിങ്? നിങ്ങളുടെ പിന്നെ അനേക വാസസ്ഥലങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ബൈബിൾ, മൈ ഫാദേഴ്സ് ഹൗസ് ബൾക്കോ പാലസ്, അനേക വീടുകൾ അങ്ങേ ഇരിക്കുന്നത്. ആ വീട് ശരിയാക്കാൻ പോയിരിക്കുക. യേശു പോയത്. വായിച്ചാട്ട് മോനെ. അടുത്തത്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അവിടെ 2020 ക്രിക്കറ്റ് കളിക്കാനല്ല യേശു പോയേക്കുന്നത്, IPL കളിക്കാനല്ല. അവിടെ വീട് ശരിയാക്കിക്കൊണ്ടിരിക്കുക. ബാക്കി പറയാം. ഇപ്പൊ പെയിന്റൊക്കെ അടിച്ച് പൂന്തോട്ടമൊക്കെ റെഡിയാക്കി നല്ല പൈപ്പൊക്കെ റെഡിയാക്കി നെറ്റ്വർക്ക് എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വോത്രം. ബാക്കിയൂടെ കേട്ടാട്ടെ. അടുത്തത് വായിക്കാം. പോണ്ടാത്തവർക്ക് ഇതുപോലെ ഇരുന്നാൽ മതി. പോണ്ടവർ ഇന്ന് കയറിക്കോണം. സ്വോത്രം. അതിന് വേണ്ടി ടിക്കറ്റ് ഇപ്പൊ കൊടുക്കാൻ പോവാ. വായിച്ചാട്ടെ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എന്റെ മക്കളെ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി ഡൽഹിയിലെ രാജ്ഘട്ടിൽ നമ്മുടെ ഇന്ത്യയുടെ നെഹ്റുജി, ചാച്ചാജി, അത് കഴിഞ്ഞിട്ട് ഇന്ദിരാജി, രാജീവ് ഗാന്ധി, ബാപ്പുജി എല്ലാം കിടക്കുന്ന ചുമന്ന മാലകൾ വിട്ടിരിക്കുന്നു. ഇന്ന് കാറൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനിൽ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലെനിന് എവിടെ റഷ്യയിലെ ക്രെംലിനിൽ കിടക്കുന്നു. എന്നാൽ ചാങ്കൂറ്റത്തോടെ, ഉത്സാഹത്തോടെ, സധൈര്യത്തോടെ, അനാംസിന്റെ ഗ്രൗണ്ടിൽ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് പറയാം, പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ, അവിടെ 26 ഭാഷകൾ എഴുതിയിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. ഈസ് നോ മോർ ഹിയർ. മരിച്ചവരിൽ ആദ്യമലക്കറ്റ് അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അനാംസ് 30 സെലിബ്രേഷൻ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് മടങ്ങി വരും. Lord Jesus, the precious moment, the mighty presence of Holy Spirit surrounded the third session. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതൊരു സയൻസാ. കേട്ടോ മോനെ, ലൈവോടെ കൊടുത്താട്ടെ. ജീവിക്കാൻ വേറെ 3 ഭൂമി. ഏതാ? ആകാശത്തിൽ, മധ്യാകാശത്തിൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, മിൽക്കി വേ ഗാലക്സി 9 ഗ്രഹം. ഏത് ഗ്രഹം? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അതാണ് ഗ്രഹം. സന്തോഷമില്ലല്ലോ. തുരുത്തിക്കാട് BM കോളേജിൽ പോയപ്പോൾ മാങ്ങ അറിയാൻ പോരുതായിരുന്നു. അന്ന് സാർ പഠിപ്പിച്ചു, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. മനസ്സിലാകുന്നവർക്കായി. ഇപ്പൊ 9ാമത്തെ ഗ്രഹമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോഗ്രഫി ടീച്ചേഴ്സ് tomorrow go to school, say to geography teachers, they are saying the planet is on down. That means 8 planet. 8 ഗ്രഹങ്ങൾ മാത്രം. അഷ്ടഗ്രഹം, നവഗ്രഹം പോയി. താണ്ടെ ജീവിക്കാൻ വേറെ 3 ഭൂമി. മനസ്സിലാകുന്നവർക്കായി. ISROയിലെ ചെറുപ്പക്കാരെന്ന ഭാഷകൾ പ്രസംഗിക്കാൻ. ബാക്കിയെല്ലാം നമ്മൾ ഇന്നൊന്നും പറയുന്നില്ലല്ലോ. സ്വോത്രം. ജീവിക്കാൻ വേറെ 3 ഭൂമി. മനസ്സിലാകുന്നവർക്കായി. പ്ലൂട്ടോയെ വെട്ടി. ബാക്കി മലയാളം. സോളാർ പ്ലാനറ്റിൽ 6000 കോടി വാസയോഗ്യ ഗ്രഹം. ദാണ്ടേ ISRO തിരുവനന്തപുരം 6000 കോടി വാസയോഗ്യ ഗ്രഹം ക്ഷീരപഥത്തിൽ. മക്കളെ ഇതെല്ലാം ലൈവ് കാണിക്കണേ. പോസ്റ്റുകാർ പുറകെ വരും. അതുകൊണ്ട് ഇതെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു. 6000 കോടി വീട്, 5 കമ്പാർട്ട്മെന്റ്. ചിരിക്കേണ്ട സാറേ, അവന്മാരിട്ടോട്ട്. ഇവനൊന്ന് 2 മണിക്കൂർ തൊട്ട് 10 മിനിറ്റ് പ്രസംഗിക്കത്തില്ല. അവന്റെ പണ്ട് ആശാരി പറഞ്ഞ പോലെ അവന്റെ ഏപ്പ് കർത്താവ് ഊരും. സ്വോത്രം. കുഞ്ഞപ്പി ഉപദേശിച്ച് പറഞ്ഞ പോലെ നീ മേടിച്ച് കെട്ടുമ്പോൾ മനസ്സിലാക്കുക. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മുണ്ടി കുഞ്ഞപ്പി ഉപദേശിച്ച് പണ്ട് പറഞ്ഞ പോലെ, എടാ നീ എന്തൊക്കെ വിളിച്ചാലും ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ പ്രസംഗിക്കും. സ്വോത്രം. നീ പോസ്റ്റേ കയറ്റിയാലും എവിടെ കയറ്റിയാലും നമുക്കൊന്നുമില്ല. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക്. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ കേരളം വിട്ടുപിടിച്ചത്. இந்த நாட்களில் கேரளத்தில் மன்னமார் பெரிய போஸ்ட் கொடுக்கிறது. அதுக்கு நாள் இந்த நாள்கள் வேலை செய்கிறது. உலகத்தின் முடிவும் கடைசி கால செய்கிற உண்மையான வேலை குமரி மாவட்டத்துக்கு கொடுக்கிறது. சந்தோஷம் இல்லைல்ல. சோத்திரம். എന്നാൽ എന്തൊരു സ്നേഹം. അയ്യാ വന്നിരിക്കുന്നത് ടീയെ സാപ്പിടുങ്ക അരുമയാണ് ഊളിയം ചെയ്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സ്വോത്രം. കേരളത്തിൽ സ്വോത്രം ഉപദേശിച്ച് എങ്ങനെ പ്രസംഗിക്കുന്നെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കണം. സ്വോത്രം. കേരളത്തിലെ ക്രിസ്ത്യാനി മാനസാന്തരപ്പെട്ടോണം സാറ്. തീരാൻ പോവുക. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക്. പ്രത്യേകിച്ച് പെന്തിക്കോസുകാർ, CSIക്കാർ എത്രയും പറയുന്നില്ല. സ്വോത്രം. എമ്മന്മാരെല്ലാം ദൈവം നോക്കിയിരിക്കുക. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. എന്താ ഈ ദിവസങ്ങൾ മധ്യാകാശത്തിൽ കമ്പാർട്ട്മെന്റ് ഉണ്ടോ? എല്ലാവരും കേൾക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. പാട്ട് ഞാൻ പറയുമ്പോൾ പാട്ട് നിർത്താം. എന്താ കാര്യം എന്നറിയാം? ഈ ദിവസങ്ങളിൽ 2 പേര് ശൂന്യാകാശത്തിലേക്ക് പോയി. എല്ലാവരും കേൾക്കണം. സുനിത വില്യംസും അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാസയുടെ വില്യം
ബിച്ചുമോർ വലിയൊരു ശാസ്ത്രജ്ഞനാണ്, നാസയുടെ. അവർ രണ്ടുപേരുടെ ശൂന്യാകാശത്തിൽ പോയി ഒരു പേടകത്തിനകത്ത്. അവിടെ ചെന്നപ്പോൾ തിരുവല്ലര സ്വിഫ്റ്റ് ബസ്സിൻ്റെ അടക്ക് ടയർ അങ്ങ് പോയി, പേടകം ഇറങ്ങാൻ പറ്റത്തില്ല. വില്യം ബിച്ചുമോറും അവർ ബൈഡന് ഫോൺ ചെയ്ത്, സാറേ ഞങ്ങളെ ഒന്ന് ഇറക്കണമെന്ന്. ബൈഡൻ പറഞ്ഞ് ഞാൻ ആക്കട്ട്. നാസയെ വിളിച്ചു. നാസ പറഞ്ഞ് സാറേ വർഷം എടുക്കും ഒരു പേടകം ഉണ്ടാക്കായി. അപ്പോൾ ഈ സുനിത വില്യംസ് പണ്ട് ഇന്ത്യക്കാരിയാണ്, ISROട് ചോദിച്ചു പേടകം വല്ലതും ഉണ്ടോ എന്ന്. അവരുമില്ല. ബൈഡനെ പല പ്രാവശ്യം വിളിച്ചു. ഞങ്ങളുടെ ഉപദേശിമാരണക്ക് മൊബൈൽ ഓഫ് ചെയ്ത് പരിധിക്ക് പുറത്താണ്, മനസ്സിലാകുന്നവർക്ക്. അന്നേരം കൊണ്ട് അമേരിക്കയിൽ വായാടി ട്രംപ് വന്നു. ഇവർ രണ്ടുപേരോട് വാട്സപ്പ് വിളിച്ചു, ട്രംപ് ചേട്ടാ ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളവും തീർന്ന്, അണ്ടിപ്പരിപ്പും തീർന്ന്, ബദാം പരിപ്പും തീർന്ന്, ടയറും പഞ്ചറ. ട്രംപ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട, തമിഴ്നാട്ട് ഭാഷ പറഞ്ഞ കവലപ്പെടാതെയ്യ കവലപ്പെടാതെയ്യ. മോഡി സാർ പറയുന്നു അരാം കരോബായി അരാം കരോബായി, മനസ്സിലാകുന്നവർക്കായി. ട്രംപ് ആരെ വിളിച്ചു? എലോൺ മസ്കിനെ വിളിച്ചു. എലോൺ മസ്കിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ 2 കുഞ്ഞുങ്ങൾ മാവേ കയറിയോലെ ഇതാ ശൂന്യാകാശത്ത് കിടക്കുന്നു, വല്ലോ രക്ഷപ്പെടുത്താൻ വഴിയുണ്ടോ? എലോൺ മസ്ക് പറഞ്ഞതാ LDF വരും, എല്ലാം ശരിയാകും, മനസ്സിലാകുന്നവർക്കായി. സ്വോത്ര അവൻ എന്താ ചെയ്തെന്നറിയാം? പെന്തിക്കോസ്തുകാരെല്ലാം കേട്ടോ, ഒരു പാരാഗ്ലൈഡർ നേരെ അങ്ങ് വിട്ടു. തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിൽക്കുന്ന മരത്തിൽ നിന്ന് കിളി ഇറങ്ങുന്നത് പോലെ 2 എണ്ണവും കൂടെ എവിടെ വന്നെന്നറിയാമോ? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. നാസയും വേണ്ട, കാസയും വേണ്ട, ഒന്നും വേണ്ട. വന്നിറങ്ങിയപ്പോൾ എല്ലാവരും കേട്ടോണം, വില്യം ബിച്ചുമോർ പറഞ്ഞ എന്താണെന്നറിയാമോ പറഞ്ഞത്? യേശു ക്രിസ്തു ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ മടങ്ങി വന്നു, കരമുയർത്തുന്നവർക്കായി. അതൊക്കെ മനോരമയിൽ പേപ്പറിൽ വായിക്കണം. രണ്ടാമത് ഇവിടെ ദൈവം ഇല്ലെന്ന് കുറെ നിരീശ്വരവാദികൾ പറയുന്നു. ഇന്ന് പെന്തിക്കോസിലെ പാസ്റ്റർമാരെ മക്കള് സാറേ അവന്മാരെ സംവാദത്തിന് പോവുക, സന്തോഷമില്ലല്ലോ. പിന്നെ പാമ്പ് വരുമ്പോഴാ പണ്ട് ഇടമകറവ് പറഞ്ഞ ഹല്ലേലൂയാന്ന്, സന്തോഷമില്ലല്ലോ. സ്വോത്രം, മനസ്സിലാകുന്നവർക്കായി. വില്യം ബിച്ചുമോർ ഒറ്റ കാര്യം പറയുക, യേശു മധ്യാകാശത്തെ വീട് പണി തുടങ്ങിയെന്ന്. ഞങ്ങളുടെ ഉപദേശിമാരല്ല, ശൂന്യാകാശത്തിൽ പോയ അമേരിക്കയുടെ നാസയുടെ തലവൻ ലോക രാജ്യങ്ങളോട് പറയുന്നു യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബൈബിള് ശരിയായോ അമ്മാമ്മ? കൂടാരമായ ഭൗമഭവന് മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി തന്റെ മക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരന എന്റെ കാന്തൻ വരാറാ. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. 6,000 കോടി കമ്പാർട്ട്മെന്റ്. 1 മരിച്ചവരിൽ ആദിമലക്കറ്റെ ക്രിസ്തു. 2 സഭയാകുന്ന മണവാട്ടി. 3 പീഡാകാല രക്തസാക്ഷികൾ. 4 2 പേര് നേരത്തെ പ്രസംഗിച്ച് ഇവിടെ വന്ന് മരിക്കും അവർ. 5 ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ, പഴയ നിയമ വിശുദ്ധന്മാർ. 5 കമ്പാർട്ട്മെന്റ്. 6,000 കോടി വീടൊരുങ്ങി. അപ്പച്ചാ അമ്മച്ചി മോനെ ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ആ വീട്ടിൽ പോകണമെങ്കിൽ വെറുതെ കൈ കാണിച്ചാൽ പോരാ. 7 കാര്യം. 1 രക്ഷിക്കപ്പെടണം. 2 മാനസാന്തരപ്പെടണം. 3 അനുതപിക്കണം. 4 മുങ്ങിസ്നാനമേൽക്കണം. 5 പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം. 6 തിരുമേശയിൽ പങ്കാളിയാകണം. കൂട്ടായ്മ ജീവിതം അനുഭവിക്കണം. അവനെ നോക്കി സ്വർഗം പറയും എൻ്റെ കാന്തി, എൻ്റെ പ്രാവേ. കരമുയർത്തുന്നവർക്കായി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. ലാസ്റ്റ് ബോയ് 2 പ്രാവിനെ യാഗപീഠത്തിനകത്ത് കൊണ്ടുവരും. പുരോഹിതൻ പ്രാവിന്റെ മുഖം നോക്കും. മേധസ്സുള്ള പ്രാവിന്റെ കഴുത്തറക്ക. പിറകിൽ ആ കാഴ്ചയുടെ നടുവിൽ ഉടൽ വിറയ്ക്കുന്ന പ്രാവും രക്തം തെറിച്ച പ്രാവും. അദ്ദേഹം കർമ്മകാണ്ഡാദികൾ ചൊല്ലി താമര തൊട്ടിയിലെ വെള്ളമെടുത്ത് യാഗപീഠത്തിനകത്ത് പ്രാവിന്റെ തല ദർപ്പണമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അവസാനിക്കും. സന്തോഷമായി താമ്ര തൊട്ടിയിലെ വെള്ളമെടുത്ത് കഴുകി തന്റെ കത്തിമെനിക്ക് വീണ്ടും യാഗപീഠത്തിനകത്ത് കത്തി ഒന്നുകൂടെ തേച്ചിട്ട് മാർപ്പതക്കത്തിൽ ഇടാൻ നോക്കുമ്പോൾ മാതാവേ പിതാവേ പുറകിൽ ഒരു കാഴ്ച. ഒരു ഉടൽ ഇങ്ങനെ വിറയ്ക്കുന്നു. മറ്റേ പ്രാവിന്റെ പുറത്ത് രക്തം. അന്തരാത്മാവ് ആരോ സംസാരിക്കുന്നത് പോലെ അദ്ദേഹം ഒരു കാര്യം ചെയ്യും. മാർപ്പതക്കത്തിലിട്ട് കാന്തിയെടുത്ത കേട്ടറക്കം. പിടയ്ക്കുന്ന പ്രാവ് മാറുമ്പോൾ കേട്ടഴിഞ്ഞ പ്രാവോട് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി മഞ്ഞാടി, തിരുവല്ല, തുരുത്തിക്കാട്, കോഴഞ്ചേരി കർത്താവിന് വേണ്ടി ഇറങ്ങി അപ്പച്ചാമ്മച്ച് ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന ദിവസം അടുത്തുപോയി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ചെന്നു. അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. നിർത്താൻ പോകുന്നു. ടൈറ്റാനിക് പറഞ്ഞപ്പോഴാ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഷ്യൻ ടൈറ്റാനിക്കിന് വേണ്ടി മക്കൾ പാട്ടെടുത്താണ്. ഓഷ്യൻ ടൈറ്റാനിക്കിന് വേണ്ടി 4 ധനവാന്മാർ പോയി, ദുബായ്ക്കാരൻ പോയി, കാനഡക്കാരൻ പോയി. എല്ലാവരും പ്രാർത്ഥിച്ചു. താഴെ ചെന്നപ്പോഴേ ഈ ടൈറ്റാനിക്കിൻ്റെ പേടകം, ഓഷ്യൻ ടൈറ്റാനിക്ക് വെള്ളത്തിൽ വെച്ച് അങ്ങ് പൊട്ടിപ്പോയി. 4 ധനവാന്മാർ തീർന്നു. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോട് കൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. അവിടെ നിൽക്കട്ടെ. ഒരു അമ്മ 4 കുഞ്ഞുങ്ങൾ, എല്ലാവരും പത്രം വായിക്കണം. ഒരമ്മ 4 കുഞ്ഞുങ്ങൾ അപ്പനെ തേടിപ്പോയി. രാത്രി സെസ്ന വിമാനം പൈലറ്റുമായി പോയി, വനാന്തരത്തിൽ തകർന്നു. അമ്മ തെറിച്ചു വീണു, ചത്തു. പൈലറ്റ് മരിച്ചുപോയി, കാട്ടുമൂപ്പനും ചത്തു. ആരൊക്കെ? 14കാരി മോൾ, 11കാരി മോൾ, 9 വയസ്സ് മോൾ, 1.5 വയസ്സുള്ള ആൺകുഞ്ഞ് കയ്യിലുണ്ട്. ഇവർ നടന്നു. 3 ഡെഡ് ബോഡി കിടക്കുക, രക്ഷിക്കാൻ ആരുമില്ല. കാട് കൊളംബിയൻ കാട്, ആമസോൺ. ഇന്ന് രാത്രി 40 ദിവസം നടന്ന പത്രം. 40-ാം ദിവസം കുഞ്ഞുങ്ങൾ ഈ കാട്ടിലെ ഏതൊക്കെയോ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളവും കുടിച്ച് നടക്കുക. എല്ലാ മൃഗങ്ങളും പാമ്പുകളുമുള്ള കാടാ. 40-ാം ദിവസം എങ്ങനെയോ നടക്കുമ്പോൾ പട്ടാളക്കാർ ശബ്ദം കേട്ടു, 4 കുഞ്ഞുങ്ങളെ പിടിച്ചു. ബാക്കി കേൾക്കണം, അതേ പത്രത്തിൽ വന്നോളൂ. ഈ 4നെ മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, 4 എണ്ണത്തിനെ ബെഡിൽ കടത്തി. എന്താ കൊടുത്ത? IV ട്രിപ്പ് കൊടുത്തു. 14കാരി, 9കാരി, അത് കഴിഞ്ഞ് 11കാരി, 3 പെങ്കൊച്ച്, 1.5 വയസ്സുള്ള ആൺകൊച്ച്. BBC-യുടെ ലേഖിക മനോരമ അവിടെ നിർത്തി. അവിടെ ചെന്ന് പട്ടാളക്കാരോട് ചോദിച്ചു, ആ മോളോട് ഒരു കാര്യം ചോദിക്കണം, 1 മിനിറ്റ് തരും. അവർ പറഞ്ഞു തരത്തില്ല, കുഞ്ഞുങ്ങൾ ക്ഷീണിതരാ, മോർ ടയേർഡ്. അവർ പറഞ്ഞു 1 മിനിറ്റ് മതി, അകത്ത് കയറിയിട്ട് ഞാൻ ഇറങ്ങി വരാം. ചെന്നിട്ട് ചോദിച്ചു, ലാസ്റ്റ് 14 days ഹൂ ഈസ് റൂട്ടഡ് അറ്റ് ആമസോൺ ഫോറസ്റ്റ്? മകളെ, 40 ദിവസം ആരാ വഴി നടത്തിയത്? ടിപ്പിന്റെ സൂചി അകത്ത് കയറുമ്പോൾ മാമേ, ആ പെങ്കൊച്ച് പറഞ്ഞു, ഐ ഡോണ്ട് നോ മാഡം, എനിക്കറിയത്തില്ല. ആ അൺസീൻ പവർ മനസ്സിലാകുന്നവർക്കായി ഒരദൃശ്യ ശക്തി ഞങ്ങൾ 40 ദിവസം വനാന്തരത്തിൽ കരം പിടിച്ച് നടത്തി. ഇന്ന് രാത്രി കേട്ടോ, രാത്രിയിൽ മഴ പെയ്യ, വിഷപ്പാമ്പുകളുടെ നടുവിൽ നിന്ന് 4 കുഞ്ഞുങ്ങളെ പിടിച്ച് നടത്തുക സർവശക്തന്റെ കരമിറങ്ങി വന്നെങ്കിൽ ആനുവൽ കൺവെൻഷന്റെ അവസാന രാത്രി വിശ്വാസത്തോടെ പറയണ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. കൊളംബിയൻ കാടുകളിൽക്കകത്ത് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 40 ദിവസം വഴി നടത്തിയ കർത്താവ് എന്നെ അന്ത്യം വരെ വഴി നടത്തും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം. 3 കാര്യങ്ങൾ മാത്രം അവസാനിപ്പിക്കുന്നു. 1, ജാതികൾ യെരൂശലേമിനെ ചവിട്ടും. 2 പേർ സാക്ഷ്യത്തിന് വരും. 3, അവരെ കൊല്ലും. 4, ലോകം കാണും. 5, ഉയരത്തിലെ ശാസ്ത്രത്തിൽ എഴുന്നേൽക്കും. 6, അവർ മധ്യാകാശത്തിൽ കാഹളത്തിൽ. അതിന് 3.5 കൊല്ലം മുമ്പ് കാന്തന്റെ കാഹളം ഇവിടെ ധ്വനിക്കും. ലോത്തിന്റെ കാലത്തെ പോലെ 2025 അമേരിക്ക ലോസ് ആഞ്ചലസിൽ തീ, 48,000 ഏക്കർ, 28,000 വീട്, 38 പേർ പോയി. മക്കളെ, ഇനി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, തിരുവല്ലയിൽ ഞാൻ വന്നില്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടും, പുകയിൽ നിന്ന് വെട്ടുക്കളി ഇറങ്ങും, മനുഷ്യനെ കുത്തും. അക്കാലത്ത് മനുഷ്യൻ മരണം കാണും. എന്നാൽ മരണം അവരെ വിട്ടോടിപ്പോകും. മരിപ്പാൻ കൊതിക്കുന്ന ഒരു കാലം. എന്നാൽ അതിനു വരും മുമ്പ് യേശുവിന്റെ ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച് തൻ്റെ മക്കളെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ മടങ്ങി വരും. ആ കരം, വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗം കാണട്ടെ ഇന്ന് രാത്രി. നല്ല ദൈവ സാന്നിധ്യം. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശുക്രിസ്തു രാജാധി രാജാവായി മടങ്ങി വരുന്നു. അനാംസേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും എഴുന്നേറ്റാട്ടെ. പ്രിയന്റെ വരവിൻ ധ്വനി മുടങ്ങും. എല്ലാ കരങ്ങളും അടിച്ച് കർത്തർക്ക് മഹിമ കൊടുത്ത് സമയമായില്ല. കറക്റ്റ് 9 കുഞ്ഞുങ്ങൾ നിർത്തിത്തരും. മക്കളെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, പ്രത്യാശയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. കുഞ്ഞുങ്ങളോട് ചേർന്ന് കരുത്തെ തട്ടി കർത്തർക്ക് മഹിമ. ദേവൻ വല്ലമായി, ആണ്ടവരിൻ വല്ലമായി. യെസ്, ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. എല്ലാ കരങ്ങളും അടിച്ച്, എല്ലാ കരങ്ങളും അടിച്ച്. യെസ്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോർഡ് ജീസസ്, ചേർന്ന്
പാടി ശക്തിയോടെ. നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കരങ്ങൾ പഠിച്ചോളൂ. നീ എന്റെ വരവിന്ദോനി മുഴങ്ങൂ, മക്കളെ പോലെ നാം പറന്നുയരും. വരവിന്ദോനി മുഴങ്ങൂ, മക്കളെ പോലെ നാം പറന്നുയരും. ആണന്റെ പ്രിയനാം മണവാളനെ ഭാവിക്കും സ്തുതിയാമണിയറേ. ശക്തിയോടെ അതുകൊണ്ട് ചേർന്ന് പാടി ശക്തിയോടെ. എല്ലാ കരങ്ങൾ പഠിച്ച്, എല്ലാ കരങ്ങൾ പഠിച്ച്. യുദ്ധവും ക്രമവും യുദ്ധത്തെ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഒരിക്കൽ കൂടി യുദ്ധത്തെ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ചേർന്ന് പാടി നന്ദിയോടെ ശക്തിയോടെ ശക്തിയോടെ. എല്ലാ കാര്യങ്ങളും പഠിച്ചു. നന്ദിയോടെ ചേർന്ന് പാടി. പ്രിയന്റെ മറവിൽ ധ്വനി മുഴങ്ങ്, അങ്ങനെ പോലെ നാം മറന്നുയരും. ദൈവകൃപ പ്രിയനാം മണവാളനെ ഭാവിക്കും സ്തുതിയാമണിയറേ. പ്രിയന്റെ മറവിൽ ധ്വനി മുഴങ്ങും, അങ്ങനെ പോലെ നാം മറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനെ ഭാവിക്കും സ്തുതിയാമണിയറേ. ശക്തിയോടെ ഈ കൊച്ചാനകമൗഢ മനാദന വന്ദൽ മണവാട്ടി എല്ലാ കരങ്ങളും പഠിച്ചു. ശക്തിയോട് എല്ലാ വായികളും തുറന്ന് ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി കഴിയട്ടെ. ഒട്ടോളമല്ല അരയോളമല്ല നീതി പിടിക്കാൻ കഴിയാത്ത ദൈവകൃപ 30ാമത്തെ വാർഷിക ജനകല്ല ഇന്ന് രാത്രി ജനകത്തെ ചലിക്കട്ടെ. നന്ദിയപ്പ നന്ദിയപ്പ നിന്റെ കരുണയ്ക്കാൽ നിന്റെ കൃപയ്ക്കാൽ നന്ദിയപ്പ. കൃപയേ 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 കൃപയേ. പ്രശംസയോടെ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ കത്തി തൊടാതെ സർജറിയാൻ കരുത്തുറ്റ ദൈവൻ വല്ലമായി ആണ്ടവരൻ വല്ലമായി ഒരു തീ
പോലെ ഒരു കാറ്റടിക്കുന്നത് പോലെ ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ. താങ്ക് യു ലോർഡ്. നന്ദിയപ്പ, 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 നന്ദിയപ്പ. ഇന്ന് രാത്രി കേൾപ്പിക്കപ്പെട്ട ആലോചനയ്ക്ക് മുമ്പ് നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം. പ്രിയൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. ഒരുങ്ങിയവർ മറ്റുള്ളവരെ ഒരുക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായി മാറാം. ഈ ദിവസങ്ങളിൽ കേട്ട വചനമൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ, ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ അത് അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ஞானசெல்வம் பாஸ்டர் ഇപ്പോൾ പ്രാർത്ഥിക്കും. ஜெபிப்போம். எங்கள் அன்பின் பரலோக பிதாவே, இரவு வேளையிலும் எங்களோடு கூட வருகையை குறித்து தேவ மனிதனை கொண்டு எங்களோடு கூட இங்கே பேசினதற்காக நன்றி செலுத்துகிறோம். இந்த சத்திய வசனத்தை கேட்ட நாங்கள் ஒவ்வொருவரும் வருகைக்கு ஆயத்தமாகும்படியாக ஆண்டவரே எங்கள் ஒவ்வொருவருக்கும் கிருபை செய்வீராக. நாங்கள் மாத்திரம் அல்ல, எங்களோடு கூட எங்களை சுற்றிலும் இருக்கிற சமூகத்தை, சமுதாயத்தையும் நாங்கள் ஆதாயப்படுத்த கர்த்தர் எங்களுக்கு கிருபை செய்வீராக. கேட்ட இந்த சத்தியங்களில் எங்களை நிலைநிறுத்தும். எங்கள் பிதாவின் வீட்டில் அநேக வாசஸ்தலங்கள் உண்டென்று வேதம் வாக்களித்திருக்கிறது. நான் உங்களுக்காக ஒரு ஸ்தலத்தை ஆயத்தம் பண்ணின பின்பு மறுபடியும் வந்து நான் உங்களை அழைத்து செல்வேன் சொன்ன ஆண்டவர் எங்களுக்காக ஒரு ஸ்தலத்தை ஆயத்தம் பண்ண போயிருக்கிறார். ஆண்டவர், நீர் மறுபடியும் வருவீர் என்கிற அந்த எதிர்பார்ப்பு எங்களுக்குள்ள பெருகுவதாக. கலிலேயரான மனிதரே, ஏன் வானத்தை அண்ணாந்து பார்த்து கொண்டிருக்கிறீர்கள்? உங்களிடத்திலிருந்து எடுத்துக் கொள்ளப்பட்ட இயேசுவானவர் எப்படி உங்கள் கண்களுக்கு முன்பாக எழுந்தருளி போனாரோ அப்படியே மறுபடியும் வருவார் என்கிற அந்த சத்தியம் நிறைவேறுகிற நாளுக்கு நாங்கள் ஒவ்வொருவரும் ஆயத்தமாக கர்த்தர் கிருபை செய்வீராக. வசனத்தை பகிர்ந்தெடுத்த முடிய அன்பின் அடியான கர்த்தர் ஆசீர்வதியும். வசனத்தை கேட்ட எங்கள் ஒவ்வொருவரையும் கர்த்தர் ஆசீர்வதியுங்க. நாங்கள் மீண்டும் நித்திய மோட்ச கரையில் சேரும் வரைக்கும் உங்க கிருபை எங்களோடு கூட இருப்பதாக ஆசீர்வதியும். இயேசு கிறிஸ்துவின் நாமத்தின் மூலம் ஜெபிக்கிறோம் பிதாவே, ஆமென். எல்லாரும் சொல்லுவோம், என் ஆத்துமாவே கர்த்தரை சோதரி, என் முழுவதுமே பரிசுத்த நாமத்தை சோதரி. என் ஆத்துமாவே கர்த்தரை சோதரி, அவர் செய்த சகல உபகாரங்களை என்று மறவாதே. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவினுடைய கிருபையும் பிதாவாகிய தேவனுடைய அன்பும் பரிசுத்த ஆவியானுடைய சந்தோஷம் நம் அனைவரோடும் அவர் வரவை எதிர்பார்க்கிற யாவரோடும் என்றென்றைக்கும் சதா காலங்களிலும் இருப்பதாக. ஆமென், ആമേൻ. നമ്മുടെ ഈ ധ്യാനയോഗത്തിൽ ഈ 2 ദിവസവും നമുക്ക് അനുഗ്രഹം പറഞ്ഞ വലിയവനായിരിക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും അതേ കരമുയർത്തി ശബ്ദമുയർത്തി കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. എല്ലാവരോടും ഒറ്റ വാക്കില്ല, സമയം മുമ്പോട്ട് പോയിരിക്കുന്നതുകൊണ്ട് അതേ നിങ്ങളെ ഇരുത്തി മുഷിപ്പിക്കുന്നില്ല. ഈ കൺവെൻഷൻ യോഗങ്ങളിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചന പങ്കുവെച്ച കർത്താവിൻ്റെ ദാസൻ സജി പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ആയിരിക്കും കൊയർ അംഗങ്ങൾ, അതുപോലെ പ്രിയപ്പെട്ട പാസ്റ്റർ, മറ്റ് വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാവരോടും എന്നുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ നാളെ രാവിലെ 11 മണിക്ക് നമ്മുടെ സ്തോത്ര ശുശ്രൂഷ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം 3 മണിക്ക് പൊതുസമ്മേളനവും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ 2 മീറ്റിങ്ങുകളിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച, പിൻപിൽ സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച, പങ്കെടുത്ത, വിവിധ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന എല്ലാവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.